കാലം എത്ര വേഗമാണ് കടന്നു പോകുന്നത്. ഈ കലാലയത്തിലെ 3 വർഷങ്ങൾ, ഇടനാഴികളും ക്ലാസ് മുറികളും സൗഹൃദങ്ങളും കൊച്ചു കൊച്ചു പിണക്കങ്ങളും പരിഭവങ്ങളുമൊക്കെ ഒരോർമ്മയുടെ നിത്യതയിലേക്ക് എത്ര വേഗമാണ് വഴുതി വീഴുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രഭാതത്തിൽ തികച്ചും അപരിചിതനായി ഇവിടെ എത്തിയത് ഇന്നലെ എന്നതുപോലെ തോന്നുന്നു. അയ്യോ, വൈകി. പാടാനറിയാം, മയിലാട്ടമാടാനറിയാം, പനയോലത്തുമ്പിലിരുന്നു വിരുന്നു വിളിക്കാനറിയാം, മഞ്ചാടിക്കിളി മൈന, മയിലാഞ്ചിക്കിളി മൈന. ഹലോ, ആരാ? ഗോപികൃഷ്ണൻ. ന്യൂ കമറാണോ? അതെ, ഞാൻ സക്കറിയ, മ്യൂസിക് സ്റ്റുഡൻ്റാ. ബ്ലൈൻഡ് ആണോ? അല്ല. ഞാൻ പേടിച്ചു പോയി. പിന്നെന്തിനാ വടി? ഇത് വടിയല്ല, കൊടയാ. ഓ എൻ്റെ ദൈവമേ, ഈ ജാതി കൂടെയൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇതെന്റെ മുത്തശ്ശൻ്റെയാ. പാരമ്പര്യ സ്വത്താ അല്ലേ? ഞാനൊരു ലിഫ്റ്റ് നോക്കി നിൽക്കുകയായിരുന്നു. പോകാം. മഞ്ചാടിക്കിളി മൈന, മയിലാഞ്ചിക്കിളി മൈന, മൈന വേണോ മൈന, മൈന മൈന മൈന. വല വീശി കിട്ടിയതല്ല, മലവേടൻ മുത്തിയതല്ല, വനദേവത പോറ്റി വളർത്തിയ കന്നിപ്പൈങ്കിളിയാണവൾ. കന്നിപ്പൈങ്കിളിയാണവൾ. ദാ, നീ എന്നെ എവിടെയും കൊണ്ട് കളയോടാ. കലാലയം ഒരു ലോകമാണ്, സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ലോകം. കണ്ടുമുട്ടുന്ന ഓരോ മുഖങ്ങളിലും പ്രണയവും സൗഹൃദവും അന്വേഷിക്കുന്ന ഈ അപരിചിത ലോകത്തിലേക്കാണ് ഓരോ വിദ്യാർത്ഥിയും കടന്നു വരുന്നത്. ആത്മവിശ്വാസവും ആഹ്ലാദവും തിരയടിക്കുന്ന ഈ വർണ്ണപ്രപഞ്ചത്തിലേക്കാണ് പതറിയ മനസ്സുമായി ഞാനെത്തിയത്. Hi, I'm Priya. My favorite color is Californian yellow. I'm a great fan of Amitabh Bachchan. जिसकी बेबी छोटी उसका भी बड़ा नाम है. जिसकी बेबी छोटी, अरे छोटी छोटी, अरे नाटी नाटी, अरे छोटी नाटी नाटी छोटी, छोटी नाटी छोटी നാട്ടി. എനിക്ക് ബ്രാഡ് പിറ്റിനെയാണ് ഇഷ്ടം. ഓ, ഞാൻ സ്റ്റേറ്റ്സിലായിരിക്കുമ്പോൾ റസൽ ക്രോയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഡി കാപ്രോയ്ക്ക് എന്താ കുഴപ്പം? ബാഗഡ് ബാഗഡ്. Sit down. Dear students, ഞാൻ മീര നന്ദകുമാർ. നിങ്ങൾ ഓരോരുത്തരെയും വഴിയെ പരിചയപ്പെടാം. ഞാൻ ഓർഗാനിക് കെമിസ്ട്രിയാണ് പഠിപ്പിക്കുന്നത്. കണ്ടിട്ടെല്ലാവരും മിടുക്കികളും മിടുക്കന്മാരുമാണെന്ന് തോന്നുന്നു. പിന്നൊരു കാര്യം, നിങ്ങൾക്ക് എപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. ടീച്ചർ, ഈ നന്ദകുമാർ ആരാണ്? ഈ നന്ദകുമാറല്ല, നന്ദകുമാർ. അതെന്റെ അച്ഛനാണ്. ഹോ, ആശ്വാസായി. ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങൾക്കറിയാലോ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന്? ഇയാൾ പറയൂ. അറിയില്ലല്ലേ? ഇരുന്നോളൂ. ആർക്കെങ്കിലും പറയാവോ? യു? അറിയില്ല. Sit down. യു? യു? അറിയില്ല. നെക്സ്റ്റ്. അറിയില്ല മാം. നെക്സ്റ്റ്. അറിയില്ല. അടുത്ത ആള്? അറിയില്ല. ടീച്ചർ. യെസ്, ഗെറ്റ് ഇൻ. സൈലൻസ്, സൈലൻസ്. ലേറ്റായി വന്ന ആളല്ലേ? ചോദ്യം ആവർത്തിക്കാം. എന്താണ് ഓർഗാനിക് കെമിസ്ട്രി? Organic chemistry is the study of hydrocarbons and their derivatives. വെരി ഗുഡ്. എന്താ പേര്? ഗോപികൃഷ്ണൻ. എവിടെ? കാണാനില്ലല്ലോ നമ്മുടെ വൈറസിനെ. അവൻ വരും. മനു അല്ലേ? അവന് ഏതെങ്കിലും ഒരു കളറിന്റെ പുറകെ വിട്ടുണ്ടാവും. എത്ര നാൾ നമ്മളിങ്ങനെ പരസ്പരം നോക്കിയിരിക്കും?
ഇത് ശരിയല്ല കേട്ടോ. എന്നെ ഇഷ്ടമല്ലേ അതോ പിണക്കാണോ? അയ്യോ സമയം ഒരുപാടായി, ക്ലാസ്സിൽ പോകണം. പോട്ടെ, വൈകിട്ട് കാണാം. ബൈ ബൈ. ഓക്കെ. അവന്റെ ഒരു സമയം പെൺകുട്ടികളെ കയ്യിലെടുക്കാൻ അവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എവിടെ ചുമ്മാ നമ്പർ? അവന് കുറെ അടിപൊളി കമ്പനീസ് ഉണ്ട്, കുറെ ചാറ്റ് ഫ്രണ്ട്സ് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ. രാത്രി മുഴുവൻ ഇന്റർനെറ്റ് ചാറ്റിംഗ്, പകലാണെങ്കിൽ മൊബൈൽ ചാറ്റിംഗ്. ഇന്നിപ്പോ എന്തെങ്കിലും നമ്പർ കൊണ്ടായിരിക്കും വരുന്നത്. ആരുമില്ല. നീയുണ്ടോ മാമാങ്ക വേല കണ്ടു, വേലയും കണ്ടു, വിളക്കും കണ്ടു, കടൽ തീര കണ്ടു, കപ്പൽ കണ്ടു. സ്റ്റോപ്പ്, ഒന്ന് നിർത്തണേ. എക്സ്ക്യൂസ് മീ പ്ലീസ്, ഒരു സഹായം ചെയ്യാവോ? കോളേജിലേക്കല്ലേ? അതെ, എന്റെ വണ്ടി കേടായി, കാലാണെങ്കിൽ കണ്ടില്ലേ, ദേ ആകെ പ്രശ്നത്തില്ല. പോയിട്ടൊരു അത്യാവശ്യ കാര്യമുണ്ട്, ഒന്ന് സഹായിക്കണം പ്ലീസ്. അതിന് ഞാനെന്ത് വേണം? ഒരു ലിഫ്റ്റ് തരാവോ? ഓഹോ, അതാണല്ലേ കാര്യം. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ഇവിടെ കുറേ നേരം നിന്ന് ഒരു ഓട്ടോ കിട്ടും, അതിൽ കയറി വന്നാ മതി. ഓട്ടോന് കാശില്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ തരാം. ശരി, പോട്ടെ. അയ്യോ പ്ലീസ്, അങ്ങനെ പറയല്ലേ. എനിക്ക് കാല് വെച്ച് നിൽക്കാൻ പറ്റാത്തോണ്ടല്ലേ. ഈ സമയത്തല്ലേ ഇങ്ങനെയൊക്കെ ഒരു സഹായം ചെയ്യാ. നമ്മളൊക്കെ മനുഷ്യരല്ലേ. പ്ലീസ് ഒരു ലിഫ്റ്റ്. ആ താങ്ക്സ്. ആ വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. കുഞ്ചിയമ്മക്ക് 5 മക്കളാണ്, അഞ്ചാമനോമന കുഞ്ചുവാണ്. പഞ്ചാര വിറ്റ് നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചു എന്ന് പേര് വന്നു. എടാ അത് കണ്ടോ, ഇതേതാ പുതിയ അവതാരം? ഓക്കെ താങ്ക്സ്, ബൈ ബൈ, സീ യു. എടാ നിനക്കൊക്കെ 100 ആയുസാടാ, തല്ലി കൊന്നാലും ചാവൂല. ദേ നിന്നെ കുറിച്ച് പറഞ്ഞപ്പോ നാക്ക് എടുത്തേ ഉള്ളൂ. അളിയ ഇതേതാ ഈ പുതിയ സോഫ്റ്റ്വെയർ? പാസ്വേഡ് കിട്ടിയോ? പാസ്വേഡൊക്കെ എപ്പോഴേ എൻട്രി ചെയ്തു മോനെ. ഓ റിയലി? നീ കൊറേ മെനക്കെട്ടുണ്ടാവല്ലോ. എടാ വൈറസേ, നിന്റെ ഒരു ടൈമേ. എങ്കിൽ പിന്നെ ഇന്നത്തെ ചെലവെല്ലാം നിന്റെ വക. നിനക്കൊക്കെ നാണം ഇല്ലല്ലോടാ. വീട്ടുകാരെന്തൊക്കെ പ്രതീക്ഷയാണ് നിന്നൊക്കെ ഇങ്ങോട്ട് അയക്കുന്നത്. ക്ലാസ്സിൽ കയറി 2 അക്ഷരം പഠിക്കുന്നതിന് വരെ ചെലവേ. സ്വന്തം അപ്പുവ മരിച്ച ചെലവ്, ബൈക്കിൽ നിന്ന് വേണ ചെലവ്, എവിടെ നിന്നെങ്കിൽ തല്ലി കിട്ടിയാലും ചെലവ്. സിൻഡെക്സ് ഇടാണ്ട, മാറ്റിയടിക്കും. യവനൊക്കെയാണല്ലോ ഭാവിയിലെ കമ്പ്യൂട്ടർ വിദഗ്ധന്മാർ. ഹായ് രേഷ്മ, രാവിലെ കണ്ടില്ലല്ലോ. ഞാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാ കാണാത്തേ. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സംശയങ്ങൾ വല്ലതുണ്ടോ ചോദിക്കാം. വൈറസ് വിട്ടോ. ഇപ്പൊ കുഴപ്പമില്ല, ഭേദായി. ഇത്ര പെട്ടെന്നോ? ചിലപ്പോ അങ്ങനെ പെട്ടെന്ന് ഭേദാകും. കൂടുതൽ നമ്പർ ഇടല്ലേ, തന്നെ കണ്ടപ്പോഴേ തോന്നിയതാ ഫ്രോഡാണ്. മറ്റുള്ളവരുടെ സെന്റിമെന്റ്സിനെ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. വെയിറ്റ് വെയിറ്റ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ദേഷ്യപ്പെടുമ്പോ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു 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 ഓക്കെ, താങ്ക് യു. ഈ പെൺകുട്ടികളുടെ ഓരോ കാര്യേ, ഒന്ന് കാണുക, മിണ്ടുക, അത് മതി ചുറ്റിക്കളി ഉറങ്ങാനായിട്ട്. എന്തപ്പ ചെയ്യ. ഹലോ റീന, ഇന്നോ? ഓക്കെ 4 മണി. ഓക്കെ ഷുവർ, ഐ വിൽ മീറ്റ് യു ദേർ. ഓക്കെ ദാ വേറൊരു കേസ്.
എല്ലാവരെയും ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? വേറെ വിശേഷങ്ങളൊന്നുമില്ല. നിർത്തട്ടെ. സ്നേഹപൂർവം, ഉണ്ണി. കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. കൃഷ്ണഭക്തനാണല്ലേ? അതെ. എന്താടാ നിന്റെ പേര്? ഗോപികൃഷ്ണൻ. എന്താ നിനക്കൊരു വിക്ക്? വിക്കനാണോ? അല്ല. പിന്നെ ടെൻഷൻ വരുമ്പോഴാ ഇങ്ങനെ. എന്തിനാ മോനെ ടെൻഷൻ? ഞങ്ങളൊന്ന് പരിചയപ്പെടാൻ വന്നതല്ലേ? ആഹാ, നിനക്കെന്തര കണ്ണു കാണില്ലേ? ആ ഷർട്ടൊന്ന് ഉരിക്കേ. നീ രക്തത്തിന്റെ രുചി അറിഞ്ഞിട്ടുണ്ടോ? നീ എന്താടാ ഊമയാണോ? എന്തെങ്കിലും ഒന്ന് പറയിഷ്ട. എനിക്ക് പേടിയാവുന്നു. ചെയ്യല്ലേ. തുണി മുഴച്ച് ഫുൾ നൂടാക്കി ഹോസ്റ്റൽ മുഴുവൻ നടത്താൻ പോവാ. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോടാ? അയ്യോ ചേട്ടന്മാര്, എന്നൊന്നും ചെയ്യല്ലേ. ഞാനൊരു പാവാ. എന്നൊന്ന് പേടിപ്പിച്ചു വിട്ടാൽ മാത്രം മതി. എന്താടാ ഇവിടെ പരിപാടി? ഏയ് ഒന്നുമില്ല, ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. ദാ ഈ ജാതി പരിപാടിയൊന്നും ഇവിടെ വേണ്ടാന്ന് ഞാൻ നേരത്തെ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാ. എന്താ ഉണ്ടാവുമെന്നറിയാലോ? വിട്ടോടാ, വിട്ടോ. ഇവരെന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. എൻ്റെ പേര് രഞ്ജിത്ത്, സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഇവിടുത്തെ സെക്രട്ടറിയാ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഒന്നാം നമ്പർ കൊള്ളാം കൊള്ളാം, ഒന്നാം നമ്പർ കൊള്ളാം കൊള്ളാം, ഒന്നും അറിയില്ല പെണ്ണുങ്ങൾക്ക്, ഒന്നും അറിയില്ല പെണ്ണുങ്ങൾക്ക്. രണ്ടാം നമ്പർ കൊള്ളാം കൊള്ളാം, രണ്ടാം നമ്പർ കൊള്ളാം കൊള്ളാം, രണ്ടാം നമ്പർ കൊള്ളാം കൊള്ളാം, രണ്ടു തരം ചൊല്ലും പെണ്ണുങ്ങള്, രണ്ടു തരം ചൊല്ലും പെണ്ണുങ്ങള്. മൂന്നാം നമ്പർ കൊള്ളാം കൊള്ളാം, മൂന്നാം നമ്പർ കൊള്ളാം കൊള്ളാം, മൂന്നാം നമ്പർ കൊള്ളാം കൊള്ളാം, മുക്കത്ത് ചുണ്ടി പെണ്ണുങ്ങൾക്ക്, മുക്കത്ത് ചുണ്ടി പെണ്ണുങ്ങൾക്ക്. നാലാം നമ്പർ കൊള്ളാം കൊള്ളാം, നാലാം നമ്പർ കൊള്ളാം കൊള്ളാം, നാലാം നമ്പർ കൊള്ളാം കൊള്ളാം. നിന്റെ പാട്ടും കൂത്തൊക്കെ അവ ശരിയല്ല, നേരത്തെ ഞാൻ പറഞ്ഞല്ലേ. നീ ചൂടാവാതെ കാര്യം പറയാം. സുഹൃത്തുക്കളെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വേണ്ടേ? ഞാൻ ദേഷ്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആ വായി നോക്കി ഒന്ന് ഇടങ്കൊള്ളിടുന്ന എന്തിനാ? ഇതാണോ പ്രശ്നം? അപ്പൊ എന്താ ഇത് പ്രശ്നമല്ലേ? പ്രശ്നമൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. അവൻ നിന്റെ ഏരിയയിൽ വരാത്ത പരിപാടി നമുക്ക് ചെയ്യാം, പക്ഷെ ചെലവ് ചെയ്യണം. എന്ത് പണ്ടാരം വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ആ വായി നോക്കി എന്റെ അടുത്ത് വരുത്തായിരുന്ന മാത്രം മതി. ശരി ശരി, ഓക്കെ ഡിയർ, ഓക്കെ ഓക്കെ. ഹായ് ഗൈസ്, ഇന്നെന്താ പരിപാടി? ഓ സിലി ബോയ്, നീ തന്നെ കളഞ്ഞില്ലേ അത്? മനു, എന്നോടൊരു കാര്യം പറയാം. കാര്യം നീ നമ്മുടെ ഫ്രണ്ട്, പക്ഷെ ആ ബോധം നിനക്ക് വേണം. കാക്ക കൊത്തുന്ന മാങ്ങയ്ക്ക് തോട്ട് കെട്ടണോ അളിയാ?
ഈ ശ്യാം കഷ്ടപ്പെട്ട് ട്രൈ ചെയ്യുന്ന ഒരേ ഒരു പെണ്ണാത്. നിനക്ക് വേറെ ഒരുപാട് പേരില്ലേ, ഇതിനാ നീ വെറുതെ വിടുന്നത്. അത് ശരി. അപ്പൊ നിങ്ങൾ സീരിയസ് ആണല്ലേ? ഓക്കെ ഞാൻ വിചാരിച്ചു സംതിങ്. ഹായ് കാതറിൻ, ഒന്ന് നിന്നേ. കണ്ടില്ലേ ഇവൻ നേരെ ആവൂല. दिल ढूंढता है फिर वही फुर्सत के रात दिन दिल ढूंढता है। कैसे हो बनाओगे दुश्मन, वो तो तुम करके ही रहोगे। നിൽക്ക്. खा लो कुछ। ഇപ്പൊ സമയം എത്രയെന്നറിയാവോ? ഒരു പെൺകുട്ടി കോളേജ് കഴിഞ്ഞ് വരുന്ന സമയമാണോ ഇത്? ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിൽ ഇതൊന്നും പറ്റില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഹോസ്റ്റലിൽ നിന്നോളാന്ന്. അത് ശരി, അപ്പൊ അതാണ് മനസ്സിലിരിപ്പ്. അവിടെ ആവുമ്പോ എന്തും ആകാലോ. ചോദിക്കാനും പറയാനും ആരും ഒട്ടില്ല താനും. ആന്റി അതിനിപ്പോ എന്താ ഉണ്ടായത്? ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കയറി. വരാൻ അല്പം താമസിച്ചു, അത്രയല്ലേ ഉള്ളൂ. ഓ, നിനക്കിതൊക്കെ വളരെ നിസ്സാര കാര്യമല്ലേ? അതെ, വളർത്തിയതിന്റെ കുഴപ്പാ. മോൾ ഇതൊന്നും കാര്യാക്കണ്ട, മോള് വെക്കോ. നിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കേണ്ട ആ കുട്ടിയോടല്ല, അത് ദൈവത്തോട് പറ, പ്രാർത്ഥിക്ക്. അടുത്ത ജന്മത്തിലെങ്കിലും നല്ലൊരു മനസ്സ് തരാൻ. ഓ, ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾക്ക് ഭംഗം വന്നു കാണും പ്രൊഫസർക്ക്. മനുഷ്യ, കീറ്റ്സിന്റെയും ഷെല്ലിയുടെയും കവിതകളല്ല ജീവിതം. जाड़ों के नरम धूप और आंगन में लेट कर आंखों पे खींच कर तेरे आंचल के साए को आंधे पड़े रहे कभी करवट लिए हुए। പ്രിയപ്പെട്ട അമ്മയ്ക്ക് സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഇവിടുത്തെ സ്ഥലങ്ങളുമായും ആളുകളുമായും ഒക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. എഴുതാൻ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വേണ്ടേ? അമ്മ പേടിക്കൊന്നും വേണ്ട, പത്രത്തിൽ കാണുന്ന പോലെ ഇവിടെ റാഗിംഗ് ഒന്നുമില്ല. ഞങ്ങൾക്ക് ക്ലാസ്സും പ്രാക്ടിക്കൽസും ഒക്കെ തുടങ്ങി. ക്ലാസ്സിൽ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും വലിയ വീട്ടിലെ കുട്ടികളാണ്. ഇനിയെങ്കിലും അമ്മ എന്നെക്കുറിച്ചുള്ള ഭയവും ഉത്കണ്ഠയും ഉപേക്ഷിക്കണം. പിന്നെ മരുന്ന് കഴിഞ്ഞാൽ ദേവവർത്തിയുടെ മോനോട് പറഞ്ഞ് മേടിപ്പിക്കണം. സ്നേഹപൂർവ്വം, ഉണ്ണി. ഇന്നലെ രാത്രി സോണി ടിവിയിൽ ഷോയിലെ ഫിലിം ഉണ്ടായിരുന്നു. ഇപ്പോഴും കാണാൻ എന്ത് രസമാലേ. ഇത് കണ്ടോ, ലൈബ്രറി ബുക്കിൽ നിന്ന് കിട്ടിയതാ. പക്ഷെ ആരുടെ കത്താന്നറിയില്ല. നോക്കട്ടെ നോക്കട്ടെ, ഇനി വല്ല പ്രേമലേഖനോ ആണോ? പ്രിയപ്പെട്ട അമ്മയ്ക്ക്. അയ്യേ, അമ്മയ്ക്കുള്ള കത്താണോ? എന്തായാലും സാരില്ല, വായിക്ക്. സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഇവിടുത്തെ സ്ഥലങ്ങളുമായും ആളുകളുമായും ഒക്കെ പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. എഴുതാൻ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വേണ്ടേ? അമ്മ പേടിക്കൊന്നും വേണ്ട, പത്രത്തിൽ കാണുന്ന പോലെ ഇവിടെ റാഗിംഗ് ഒന്നും ഇല്ല. ഞങ്ങളുടെ ക്ലാസ്സും പ്രാക്ടിക്കൽസും ഒക്കെ തുടങ്ങി. എനിക്ക് ഇവിടെ ധാരാളം സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും വലിയ വീട്ടിലെ കുട്ടികളാണ്, എങ്കിലും നല്ല സ്നേഹമുള്ളവരാണ്. ഞങ്ങളും കൂടെ അറിയട്ടെ. ഇവിടെ എല്ലാരും പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ വളരെ സ്മാർട്ട് ആണെന്ന്. എന്തൊരു സ്മാർട്ടാ! ഞാൻ പറയുന്ന ഓരോ തമാശകൾ കേട്ട് ഇവിടെ എല്ലാരും ചിരിച്ചു ചിരിച്ച് മണ്ണ് കപ്പും. എന്തൊരു തമാശ! ഇപ്പൊ ശരിക്കും ചിരി വരുന്നു. ഗോപി, കത്ത് ഗോപിയുടെ ആണെന്ന് അറിയില്ലായിരുന്നു. ഓ, ഈ കത്ത് തരാത്ത സ്ഥലമില്ല. ഹോ, ആശ്വാസമായി. പോട്ടെ. അഭിഷേകോ? ഹലോ, കേൾക്കുന്നില്ല? ഹലോ, ഹായ് അളിയാ. എടാ, ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ? ഏയ്, എന്റെ ബർത്ത്ഡേ ഒന്നല്ല. നോണ പറഞ്ഞോണ്ടല്ലോ. ആരെ അറിയിക്കാൻ രക്ഷപ്പെടാന്ന് എഴുതിയോ? ഇന്നത്തെ ഫുൾ ചെലവ് നിന്റെ വക. ആ, പറ 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 ബോസ്.
4 പൊറോട്ട, ഒരു ഏത്തപ്പഴം, ആ പൊറോട്ട ഒരു ചായ. വിട്ടോ വിട്ടോ, പൈസ ഒക്കെ കൊടുത്തിട്ട് ഞാനങ്ങോട്ട് എത്തിക്കോളാം. കഴിക്കാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട, ഞാനേ മനുവിനെയും സംഘത്തെ നോക്കി വന്നതാ. അവരിങ്ങോട്ട് വന്നില്ലല്ലോ. ചിലപ്പോ ക്ലാസ്സിൽ കാണും. വരട്ടെ, ചേട്ടാ ഉറങ്ങിക്കോ. റിസൾട്ട് ഇപ്പം കിട്ടിയനെ, ഇനി അത് നാളെയും ചെയ്യണം. കോളേജ് തുറന്നേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങി സമരം ബഹളമൊക്കെ. ഇതെന്തിനാ ഈ സമരം? ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആത്മഹത്യ ചെയ്തു അത്രേ. ഓ, ഈതേൽ ബോറേറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഗ്രീൻ ഫ്ലെയിം കിട്ടുന്നില്ലല്ലോ, അതെന്താ? അതിന് ഈ ആൽക്കഹോൾ എടുത്തിട്ട് അപ്പൊ തന്നെ ഫ്ലെയിമിൽ കാണിക്കണം, അപ്പൊ തനിക്ക് ഗ്രീൻ ഫ്ലെയിം കിട്ടും. ഓ, നമിത, റോഷ്നയുടെ ചേച്ചിക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു. അവള് നമുക്ക് ട്രീറ്റ് തരാന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പോവാം. പിന്നെന്താ, ഐ ആം റെഡി. ഗോപിയും വാ. ഞാനില്ല, എനിക്ക് 1-2 കാര്യങ്ങളുണ്ട്. ഇന്ന് എന്തായാലും ക്ലാസ് ഇല്ലല്ലോ, ഗോപിയും വാ. ഞാൻ വന്നാൽ ശരിയാവില്ല. മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 1-2 കാര്യങ്ങളുണ്ട്. ഒരു കാര്യമില്ല, ലൈബ്രറിയിൽ ഇരിക്കാനല്ലേ, പുസ്തകങ്ങളൊക്കെ നാളെ അവിടെ തന്നെ കാണും. വാ മാഷേ. എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല കേട്ടോ. അത് സാരല്ല, വന്നോളൂ. കയറിക്കോ. കയറിയോ? نساني النوم وانا عيني من اول يوم سهرانه ولا شافت نوم حيرانه ومشغوله عليه نساني النوم من اول يوم ولا شافت نوم مشغوله عليه ولا ليله سابني يوم في حالي ولا ليله غابها عن خيالي حبيته وناره مكتوبه. 1 chicken sizzler, 1 tandoori chicken, 1 chicken kadai, American chopstick, 1 vegetable noodles. സർ പ്ലീസ്. 2 ആയിക്കോട്ടെ. ഇതെന്തോന്ന് റെസ്റ്റോറന്റ്? കഴിഞ്ഞ വെക്കേഷന് ഞാൻ ഡാഡിയോടൊപ്പം മൗറിഷ്യസിൽ പോയപ്പോ കയറിയ ഹോട്ടലുകളാ ഹോട്ടലുകൾ. നീറ്റ് സർവീസ്, ഡെലിഷ്യസ് മെനു. എവിടെ ആലു ഗോബി, ഗോബി മഞ്ചൂരിയൻ. എഞ്ചിനീയറിംഗിന് ഫീസ് അടയ്ക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത രജനീഷ് ആനന്ദിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ഇന്ന് വിദ്യാർത്ഥികൾ പ്രകടനം നടത്തുകയും വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതുപോലൊരു ട്രീറ്റ് കിട്ടാൻ വകയുണ്ടാക്കി തരണമേ. ആമേൻ. ലാത്തിചാർജിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. രജനി സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റ 32ഓളം പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 15ഓളം പേരുടെ നില ഗുരുതരമാണ്. അതിനിടെ രജനീഷ് ആനന്ദിന്റെ മൃതദേഹം ഇന്ന് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഇക്കഴിഞ്ഞ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ രജനി മികച്ച വിജയം കൈവരിച്ചിരുന്നു. കോഴ്സ് ഫീ അടയ്ക്കാൻ കഴിയാതിരുന്ന രജനീഷ് ആനന്ദ് പഠന വായ്പയ്ക്കായി ബാങ്കുകളെ നിരന്തരം സമീപിച്ചെങ്കിലും രജനിക്ക് വായ്പ ലഭിച്ചില്ല. വിദ്യാഭ്യാസ കച്ചവടവൽക്കരണത്തിന്റെയും മാഫിയകളുടെയും ഇരയാണ് ആത്മഹത്യ ചെയ്ത രജനീഷ് ആനന്ദ് എന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു.
ബാങ്ക് വായ്പയും സർക്കാർ സഹായവും യഥാസമയം ലഭിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ മകൾക്ക് ഈ ദുർവിധി ഉണ്ടാകുമായിരുന്നില്ല എന്ന് രജനി സാനന്ദിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. രജനി സാനന്ദിന്റെ ആത്മഹത്യയെപ്പറ്റി വിശദമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയ നേതാക്കളും വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്നും കൈരളി വാർത്തയ്ക്ക് വേണ്ടി അജയകുമാർ. ഞാൻ നമിതയുടെ ഫ്രണ്ടിന്റെ കാര്യം ആകെ ഒരു കോമഡി ആണല്ലോ. ഞാനൊരു ഫോർമാലിറ്റിക്ക് ക്ഷണിച്ചതാ, ചാടി പുറപ്പെടുന്നു കരുതിയില്ല. പുള്ളി മൊത്തത്തിലൊരു ബൾബാണല്ലോ. സ്റ്റോപ്പ് ഇറ്റ്, ദിസ് ഇസ് നോട്ട് ഫെയർ. ഭയങ്കര ബോറല്ലേ ഒരാളെ ക്ഷണിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്ന. വിഷയം മാറ്റ്. നമുക്ക് അമിതാഭ് ബച്ചനെ കുറിച്ച് പറയാം, റസൽ ക്രോയെ കുറിച്ച് പറയാം, ബ്രാഡ് പിറ്റിനെ കുറിച്ച് പറയാം. നീ കണ്ടതല്ലേ സ്റ്റേറ്റ്സിൽ വെച്ച്. എടി മണ്ടൂസേ, നിനക്കറിയില്ല ഇത് ഞാൻ എഴുതി ഞാൻ തന്നെ കമ്പോസ് ചെയ്ത നാളത്തെ ഹിറ്റ് സോങ്ങാ. ഓരോ പിഞ്ചു കുഞ്ഞുങ്ങളും ഈ പാട്ട് പാടി നടക്കുമ്പോഴേ നിനക്കൊക്കെ എന്റെ വില മനസ്സിലാവും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇതിനെ കുറിച്ചുള്ള സംശയമാണെങ്കിൽ നിനക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാം. ഏട്ടന് വട്ടായോ? പൊടി മമ്മി അല്ലേ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 2625 തിരുവനന്തപുരത്ത് നിന്നും ന്യൂഡൽഹി വരെ പോകുന്ന കേരള എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ പുറപ്പെടും. यात्रियों कृपया ध्यान दीजिए, गाड़ी नंबर 2625 ट्रिवांड्रम से न्यू दिल्ली तक जाने वाली केरला एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म नंबर 1 से रवाना होगी. Your attention please. ट्रेन नंबर 2625. എന്താണ് നീ കാട്ടണേ? അതെ, അമ്മ എന്നെ ഇങ്ങോട്ട് വരണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് കത്തെഴുതിയാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. അല്ല, നിന്റെ കൂട്ടുകാരൊക്കെ എവിടെ? നിന്റെ കത്ത് കിട്ടിയത് മുതൽ എനിക്ക് അവരെയൊക്കെ കാണാൻ കൊതിയായിട്ട് വയ്യ. അവരെയൊക്കെ പിന്നെ കാണാം, അവരൊക്കെ ടൂറിന് പോയിരിക്കുക. അപ്പൊ നീ പോയില്ലേ? ഞാൻ പോയില്ല, അമ്മ പോയിക്കോ, അല്ലെങ്കിൽ ബസ് കിട്ടില്ല. അല്ല മോനെ, നീ അമ്മ ബസ് കിട്ടില്ല. രക്ഷപ്പെട്ടു. ഗോപി ആരാ അത്? അത് അമ്മയാ. എന്നിട്ടെന്താ ഞങ്ങളെ പരിചയപ്പെടുത്താതിരുന്ന? അത് ഞാൻ നിങ്ങളൊക്കെ ഇവിടെ നോക്കി നടന്നു, കണ്ടില്ല. എവിടെ പോയി? അത് കഷ്ടായി പോയി. അമ്മയൊന്ന് കാണാമായിരുന്നു. അമ്മയൊക്കെ ഇനിയും കാണാലോ, ഒരു വാക്ക് പറഞ്ഞാ മതി, അമ്മ പറഞ്ഞെത്തും. അയ്യോ, ക്ലാസ് തുടങ്ങാറായി, നമുക്ക് പോവാം. അതെങ്ങനെയാ? സ്വപ്നജീവിയല്ലേ? ഇതിന്റെ വില എന്താന്ന് തനിക്കറിയോ? എന്റെ കസിൻ തന്ന പ്രസന്റാ, ഇന്ന് ആദ്യമായിട്ടാ ഇത് ഇടുന്നത്. ഉടുപ്പിലായത് പോട്ടെ, മുഖത്തെങ്ങാനും വീണിരുന്നെങ്കിലോ? താൻ എന്തായാലും ആള് കൊള്ളാലോ. ഇതെല്ലാം ചെയ്തിട്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ, പാവം. പോട്ടെ പ്രിയെ, അറിയാതെ പറ്റിയതല്ലേ. ലാബിൽ ഇതൊക്കെ ഉണ്ടാകാറുള്ളതാ, സാരാക്കണ്ട. ടീച്ചറിന് ഇങ്ങനെയൊക്കെ പറഞ്ഞാ മതിയല്ലോ. സാരല്ല ഗോപി, അവളുടെ സ്വഭാവം അറിയാലോ. ഞാൻ അറിയാതെ. അത് പോട്ടെ, ഞാനൊരു സോറി കൂടി പറഞ്ഞില്ല. അത് സാരല്ല, പിന്നെ പറയാം. പ്രിയ, എന്തായാലും അത് വളരെ മോശമായി പോയി. എന്ത് മോശമായി പോയി? ലാബിൽ വെച്ച് ഗോപിയോട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു ആൺകുട്ടിയല്ലേ. ആരായാലും എന്താ, അയാള് കാണിച്ച താനും കണ്ടതല്ലേ. അല്ലെങ്കിലും അവനൊരു യൂസ്ലെസ്സാ. ഏയ്, അങ്ങനെ ആരെയും ജഡ്ജ് ചെയ്യരുത്. അവനോട് നിനക്കെന്താ എത്ര സെന്റിമെന്റ്സ്? നിന്റെ ഡ്രസ്സിലായത് വീണിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? നന്നായി കഴുകിക്കളയും, അത്ര തന്നെ. നിങ്ങൾ എന്തിനാ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് വഴക്കിടുന്നത്? മനുഷ്യരുടെ മൂഡ് കളയാൻ. ദേ, ഞാനൊരു കാര്യം പറയാം. ഫ്രണ്ട്സ് ആണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ഒരുമിച്ച് വേണം നിൽക്കാൻ, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി വക്കാലത്ത് പറയല്ല വേണ്ടത്. എന്ത് പ്രശ്നം? ഇതാണോ വലിയ പ്രശ്നം? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നിന്നേക്കാൾ താഴ്ന്നവരാണെന്ന് തോന്നുന്നവരോട് നിനക്ക് പുച്ഛോ? ഇത്ര ഹിപ്പോക്രസി ഒന്നും എനിക്ക് സഹിക്കാനാവില്ല. ഇതൊക്കെ വെറും ജാടേ.
നമിതേ, നീ എന്ത് സ്വപ്നം കണ്ടോണ്ടിരിക്കുക ഇവിടെ? എത്ര നേരമായി ഫോൺ റിങ് ചെയ്യുന്നറിയാവോ? ഓ, ഇനിയിപ്പോ എല്ലാം ഇങ്ങോട്ട് എഴുന്നള്ളിക്കണമായിരിക്കും. Hello. Hi, Jitu. I'm fine. What about you? Yeah. So when are you coming? Okay. Last night I was too lonely. Oh, there is a loneliness which befalls me now and then, and it is something more than death. I am still a wife, but without my husband. What a beautiful poetry. One can see such immense feelings beautifully depicted in this novel. പ്രണയത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളെക്കുറിച്ച് പേളസ്ബർഗ് ഈ നോവലിൽ പറയുന്നുണ്ട്. പക്ഷേ പ്രണയത്തിൻ്റെ തീവ്രത അതെപ്പോഴും അനുഭവിക്കുന്നത് വിരഹമുണ്ടാകുമ്പോഴാണ്. ഈ നോവലിൽ തന്നെ എലിസബത്ത് പറയുന്നുണ്ട്, തൻ്റെ പ്രണയത്തിൻ്റെ ആദ്യകാലത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ജെറാൾഡിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഐ ക്യാൻ ലിവ് വിതൗട്ട് യുവർ ലവ്, ഹി സെഡ്, ബട്ട് ഐ കുഡ് നോട്ട് ലിവ് ഇഫ് ഹാവിംഗ് ഹാഡ് ഇറ്റ് ഐ ഷുഡ് ലൂസ് ഇറ്റ്. ഇന്നെന്താ ഗോപികൃഷ്ണൻ വന്നില്ലേ? ഗോപിയുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ നാട്ടിൽ പോയിരിക്കുക സാർ. ലെറ്റ് us continue. ഇവിടെ നഷ്ടപ്പെടുന്ന പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നത്. താങ്ക് യു. $30 million. $30 million into 4 divided by 12. എത്രയാ? $10 million? യെസ്. നമ്മുടെ ഒരു മാസത്തെ വരുമാനം. ആദ്യം ഒരു ബാങ്ക് ലോൺ ഒപ്പിക്കണം, പിന്നെ ഒരു 4 കമ്പ്യൂട്ടർ, ഒരു മുറി, പിന്നെ നമ്മൾ ആരാ? എന്താ കാര്യം പറഞ്ഞു ജിജോ? നീ ഇതിൽ ഇടപെടരുത്. ഇവൻ കുറെ നാളെ പരിപാടി തുടങ്ങിയിട്ട്. എന്താ കാര്യം? അവൻ എന്താ ചെയ്തെന്ന് നിനക്കറിയോ? എന്താ? ഈ ഒരു തവണ അവനെ വിട്. ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം വെറുതെ വിടുന്നത്. നിനക്കൊരു ഷോക്കിന്റെ സമയമായെന്നാ തോന്നണേ. ഞാൻ അന്നേ പറഞ്ഞതാ. മനുഷ്യനിവിടെ ജീവിക്കാനായി ഒരു പ്രൊജക്ട് തയ്യാറാക്കുമ്പോഴാ അവൻ്റെ ഒരു നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയത്? നമ്മൾ ലോൺ ഒപ്പിക്കുന്നു, കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നു, മുറി ശരിയാക്കുന്നു, ബോർഡ് വെക്കുന്നു, പാസ്വേഡ്സ്. പക്ഷെ ലോൺ കിട്ടാൻ പ്രയാസമാ. ഈ പ്രോജക്റ്റ് നടക്കില്ല. റിയാസേ, നീ നടക്കുന്ന വേറെ വല്ല പദ്ധതി ഉണ്ടെ പറ. വേറെ കാര്യം. ഗോപി എപ്പോഴാ വന്നേ? ഇന്ന് രാവിലെ എത്തി. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുറച്ച് ആശ്വാസമുണ്ട്. അമ്മ അവിടെ തനിച്ചേ ഉള്ളൂ. പെട്ടെന്ന് ഞാനാകെ പേടിച്ചുപോയി. ഇപ്പം കുഴപ്പമൊന്നുമില്ല. അവിടെ അമ്മാവൻ വന്നിട്ടുണ്ടേ. അമ്മാവനാണെങ്കിൽ നാട്ടിൽ നല്ല തിരക്കുള്ള ആളാണേ. അമ്മയ്ക്കാണെങ്കിൽ 2 ദിവസം എന്നെ കാണാതിരുന്നാൽ മതി, തുടങ്ങും ആദ്യം. ക്ലാസ്സൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടാവില്ലേ? എനിക്കാണെങ്കിൽ അന്നെടുത്തത് അന്നെ പഠിച്ചില്ലെങ്കിലേ ആകെ ടെൻഷനാ. അല്ല, ഞാനില്ലാത്തപ്പോൾ കോളേജിൽ സമരമൊന്നും ഉണ്ടായില്ലേ? ഉറങ്ങാൻ വേണ്ടി ഒരു ജന്മം. ക്ലാസ്സും പുസ്തകങ്ങളും ലാബ് ലൈബ്രറി ഒക്കെ ആണല്ലേ ഗോപിയുടെ ലോകം. പിന്നെ ബെസ്റ്റ്. പുസ്തകത്തിൽ നിന്ന് പുറത്ത് വാ മാഷേ. യു ഷുഡ് കം ഔട്ട്. സത്യത്തിൽ ഇതൊക്കെ പഠിച്ചെടുക്കാനുള്ള ടെൻഷനില്ല ഞാനിപ്പോൾ. ഈ കാർബൺ ആറ്റം, നൈട്രജൻ, അമോണിയ, ആകെ കൺഫ്യൂഷൻ ആവും. ക്യാമ്പസ് ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാനുള്ളതാണ്. അത് പുസ്തകത്താളുകൾക്കിടയിലിട്ട് ചതച്ചരയ്ക്കാനുള്ളതല്ല. പൂവിൻ നിഴൽ ചെപ്പിൽ താരം ചിരിച്ചെന്നു, ഒരു സ്നേഹ സൗഹൃദം വിടർന്നിതാ. കാറ്റിൻ വിരൽ തുമ്പിൽ താളം തുടിച്ചെന്നു, ഒരു സ്നേഹ സൗരഭം നിറഞ്ഞിതാ. ഇടനാഴികൾ തേടുമീ നിഴലായലഞ്ഞിടുവാൻ
ഇനി എത്ര എത്ര നാൾ മുന്നിലാ ഇടവേളകൾക്കൊക്കെയും മധുരം പകർന്നിടുവാൻ ഇനി പല കാലമേ സൗഹൃദം. കിളികളെടുത്തു പാടിയും കഥകൾ പകുത്തു നൽകിയും പുതുകാലമായി കടന്നു വന്നിതാ. ചെറുനൊമ്പരങ്ങൾ അലിവാർന്ന വാക്കാ മാറുമെന്നിത്ര നാളുമോർത്തിയിലയോ. ഇലവയിലത്തുവാടിയും ഒരു തണലത്തുതുങ്ങിയും ഒരു പാട്ടിലീളമായി കലർന്നു പൂവിൻ നിഴൽ ചെപ്പിൽ താരം ചിരിച്ചെന്നോ ഒരു സ്നേഹ സൗഹൃദം വിടർന്നിതാ. ഇനി ഈ മനസ്സിൽ വിരിയുന്നതെല്ലാം നീളെ നമ്മൾക്കു കാത്തുവെക്കേണ്ടയോ. പരിഭവവാക്കിൽ മങ്ങിയും ചെറുചിരിയിൽ മയങ്ങിയും ഒരു പൂനിലാവ് പോലലഞ്ഞു പൂവിൻ നിഴൽ ചെപ്പിൽ താരം ചിരിച്ചെന്നോ ഒരു സ്നേഹ സൗഹൃദം വിടർന്നിതാ. കാറ്റിൻ വിരൽ തുമ്പിൽ താളം തുടിച്ചെന്നോ ഒരു സ്നേഹ സൗരഭം നിറഞ്ഞിതാ. ഇടനാഴികൾ തേടുമേ നിഴലായലഞ്ഞിടുവാൻ ഇനി എത്ര എത്ര നാൾ മുന്നിലായി. ഇടവേളകൾക്കൊക്കെയും മധുരം പകർന്നിടുവാൻ ഇനി പല കാലമേ സൗഹൃദം. കിളികളെടുത്തു പാടിയും കഥകൾ പകുത്തു നൽകിയും പുതുകാലമായി കടന്നു വന്നിതാ. ഇവിടെ ഈ ഇടനാഴിയിൽ എത്ര പേർ തൻ്റെ പ്രിയപ്പെട്ടവരെയും കാത്ത് ഹൃദയം പെരുമ്പറ മുഴക്കി കാത്തു നിന്നിട്ടുണ്ടാവും. മനസ്സ് നിറയെ സ്നേഹവും പ്രണയവും മൂടിവെച്ച് പരസ്പരം അറിയാത്തവരെ പോലെ നടന്നിട്ടുണ്ടാവും. പിന്നെ എത്രയെത്ര പരിഭവങ്ങൾ, എത്രയെത്ര പിണക്കങ്ങൾ, എത്രയെത്ര കണ്ണുനീർ തുള്ളികൾ. പോകുന്നതിന് മുമ്പ് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ ഹോസ്റ്റലൊക്കെ നോക്കി. ഇനി ചിലപ്പോൾ കണ്ടില്ലെങ്കിലോ? അന്ന് ഹോസ്റ്റലിൽ വെച്ച് ആ ദേഷ്യമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കരുത് കേട്ടോ. ഹേയ്, അതൊക്കെ എപ്പോഴേ മറന്നു. ഇവിടുന്ന് പോയാലും നിങ്ങളെയൊക്കെ ഓർക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ക്യാമ്പസിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയിരുന്നു ഞങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാരാണെന്നും ക്യാമ്പസ് ഞങ്ങളുടെ സാമ്രാജ്യമാണെന്നും. ഇപ്പോൾ പോകേണ്ട സമയം വന്നപ്പോൾ ഒരു വിഷമം. വരട്ടെ, എപ്പോഴെങ്കിലും കാണാം. പോട്ടെ, എന്നെങ്കിലുമൊക്കെ കാണാം.
അമ്മയുടെ കത്തുണ്ടായിരുന്നു. നാട്ടിലേക്ക് ചെല്ലാൻ പറയുന്നുണ്ട്. കാണണത്രേ. ഗോപി ഭാഗ്യവാനാ. ഒന്നുമില്ലെങ്കിലും ഒരുപാട് സ്നേഹിക്കുന്ന ഒരമ്മയില്ലേ? ശരിയാ. ചിലപ്പോൾ തോന്നും ഞാൻ ജീവിക്കണത് തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാന്ന്. പാവം അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നമിതയ്ക്കറിയോ, എൻ്റെ അച്ഛനും അമ്മയും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാ. അതെയോ? 6-7 വർഷം പ്രണയിച്ചതിന് ശേഷം ഒരുപാട് സ്വപ്നങ്ങളുമായി അവരും ഒരു ജീവിതം ആരംഭിച്ചിരിക്കണം. പിന്നീട് അവർ കരുതി കാണും അങ്ങനെയൊന്നും വേണ്ടായിരുന്നു എന്ന്. ഗോപിയുടെ അച്ഛൻ മരിച്ചു. ജീവിതത്തിലെ നിരാശകൾ ഓരോന്നായി എണ്ണിപ്പറക്കിയ ശേഷം. എന്റെ അച്ഛനും അമ്മയും നേരത്തെ വിസ കിട്ടി സ്ഥലം കാലിയാക്കിയതുകൊണ്ട് എനിക്കിതൊന്നും അറിയേണ്ടി വന്നില്ല. ഇത്ര നിസ്സാരമായി ഇതൊക്കെ പറയാൻ നമിതയ്ക്ക് എങ്ങനെ കഴിയുന്നേ? എന്ത് ചെയ്യാം, അതൊക്കെ അങ്ങനെയായി പോകുന്നത്. എന്റെ ലൈഫിനെ കുറിച്ച് പറയാൻ തുടങ്ങിയ ഒരുപാട് പറയേണ്ടി വരും. സംഭവങ്ങളുടെ ഒരു നീണ്ട പരമ്പര തന്നെയാ. എനിക്കാണെങ്കിൽ സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഒരു അമേരിക്കൻ സ്കോളർഷിപ്പ് സംഘടിപ്പിക്കണം. അവിടെ പോയി പഠിക്കണം. ഒരു സയന്റിസ്റ്റ് ആവണം. ആഹാ, കൊള്ളാലോ. നടക്കട്ടെ ആഗ്രഹം. എടാ, അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ ഇപ്പോൾ സമയം എത്രയെന്നറിയോ? ഇല്ല. രാവിലെ 7 മണി. അവിടുത്തെ ഏതെങ്കിലും മൾട്ടി മില്യണറായ ഒരു കോഞ്ഞാട്ട സായിപ്പ് ഇപ്പോൾ കയ്യിലൊരു കപ്പ് ബെഡ് കോഫിയുമായി കമ്പ്യൂട്ടർ മുമ്പിലിരുന്ന് ഇന്റർനെറ്റിൽ ലോഗിൻ ചെയ്തു വരും. അങ്ങനെ അനന്തമായ സൈബർ സ്പേസിൽ വെച്ച് നമ്മളും സായിപ്പും കണ്ടുമുട്ടുന്നു. ശരി, എന്നിട്ട് നമ്മുടെ കഷ്ടപ്പാടും പട്ടിണിയും എല്ലാം സായിപ്പിനോട് പറഞ്ഞ് സായിപ്പിനെ ചാക്കിടും. അത് ഐഡിയ. സായിപ്പുമായിട്ട് ഒരു $10 മില്യൺ അത് വേണ്ട ഒരു $40 മില്യൺ കോൺട്രാക്ട് ഒപ്പിക്കുന്നു. കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ ആരാ? മില്യൻസിന്റെ ആരും ഇവിടെ പറഞ്ഞു പോവരുത്. കുറെ നാളായാലും ഒരു പ്രൊജക്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് ഒന്നും ആയില്ലല്ലോ. അവന്റെ ഒരു $1 മില്യൺ. നമ്മുടെ മനുവല്ലേ ഇത്? ഇവൻ എപ്പോഴും ചാറ്റ് റൂമിലാണല്ലോ. അളിയ, നമുക്ക് ഇവനൊരു പണി കൊടുത്താലോ? എങ്ങനെ? നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞ് ചാറ്റ് ചെയ്യാം. ഒരു പെണ്ണിന്റെ പേര് കണ്ടവൻ ചാടി വീണോളൂ. അത് ശരിയാ. യെസ്. ഹലോ, എന്നെ അറിയാമോ? ഇല്ല. എനിക്കറിയാം. ആരാ നീ? ഞാൻ അനാമിക. എനിക്ക് മനുവിനെ അറിയാം. എങ്ങനെ? ഞാൻ കണ്ടിട്ടുണ്ട് കോളേജിൽ വെച്ച്. ഇന്നലെയും കണ്ടു, ഇന്നും കണ്ടു, നാളെയും കാണും. ഹലോ ഹലോ ഹലോ. Now I am online, Anamika. Yes. ഹലോ. ഞാൻ കാത്തിരിക്കായിരുന്നു. സോറിടാ, എവിടെയാണ്? ഒരുപാട് ദൂരെ, മഞ്ഞു പെയ്യുന്ന താഴ്വാരത്തിൽ. ഞാൻ വരട്ടെ? എങ്ങനെ വരും? പറന്ന്. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് കൈകൾ കോർത്ത് ഇലകൾ കൊഴിഞ്ഞ വഴികളിലൂടെ ഒരുപാട് ദൂരം നടക്കും. വേഗം വാ, പറന്ന് വാ. ഞാൻ കാത്തിരിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏട്ടന് വട്ടായിന്ന്. മമ്മി, ദേ ഏട്ടന് വട്ടായി. നിന്റെ മുതലാളിക്കെതിരെയാണല്ലോ സമരം. അതൊക്കെ പോട്ടെ, നാളെ എന്താ പരിപാടി? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. എന്തേ? നാളെ എന്റെ ബർത്ത്ഡേയാ. ആഹാ, അത് കൊള്ളാലോ. ചെലവൊന്നുമില്ലേ? അതൊക്കെ പറയാം. നാളെ ഉച്ചയ്ക്ക് മുത്തശ്ശി മരത്തിന്റെ ചോട്ടില് ഗോപി വന്നാ മതി.
മറ്റാരെയും ക്ഷണിച്ചിട്ടില്ല. വരാൻ മറക്കില്ലല്ലോ? ഇല്ല. എന്തൊക്കെയാ പരിപാടികള്? അതൊക്കെ സസ്പെൻസാ. ആ ആയിക്കോട്ടെ. ഏയ് ഗോപി, എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഞാൻ ഇവിടെ ഉണ്ട്. ഏത് കോഴ്സ്? ഫസ്റ്റ് ഇയർ ഫിസിക്സ്. ആഹാ, ഞാനിവിടെ കെമിസ്ട്രിക്കാ. അത് ശരി, ഇത്രയും ദിവസമായിട്ട് നമ്മൾ തമ്മിൽ കണ്ടില്ലല്ലോ. അതെങ്ങനെയാ? പുസ്തകപ്പുഴയായിട്ട് നടക്കുമായിരിക്കും പഴയ പോലെ. അങ്ങനൊന്നുമില്ല. നീയല്ലേ നഴ്സിംഗിന് പോണെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നേ? അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടുമെന്നറിയില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര കാലമായി ഗോപിയെ കണ്ടിട്ട്? അമ്മ എന്താ പറയുന്നു? സുഖമല്ലേ? ആ, നീയൊന്ന് നന്നായിട്ടുണ്ടല്ലോടാ. നീയൊന്ന് സുന്ദരിയായിട്ടുണ്ട്. അയ്യോ, ഞാൻ മറന്നു. ഇതാരാ? ആ, ഇത് നമിത, എന്റെ ക്ലാസ്മേറ്റാ. ഞാൻ ഗായത്രി, ഗോപിയുടെ നാട്ടുകാരിയാ. ഒരേ സ്കൂളിലാ ഞങ്ങൾ പഠിച്ചേ. അല്ല, ഈ ചങ്ങാതി ഇപ്പൊ എങ്ങനെയാ? വല്ല രക്ഷയുണ്ടോ? ആ, ശരിയാക്കി എടുക്ക. ഞങ്ങൾ കൊറേ ശ്രമിച്ചതാ. ഗായത്രി, നീ ഇവിടെ നിൽക്കാണോ? എവിടൊക്കെ നോക്കി? എന്റെ ഫ്രണ്ട്സാ. ഞാൻ പോക്കോട്ടെ, കാണണം കേട്ടോ. ഹലോ, പോവാ. അട വട ബോണ്ട പൊറോട്ട, ഒരു 2 ചായ ഇവിടെ കൂടെ, 2 ചപ്പാത്തി ഇവിടെ, 4 പൊറോട്ട പുറത്ത്, ബോണ്ട, ദോശ, ചപ്പാത്തി, ചാമോൻ, ചായ. ബോസ്, ഓ കട്ടനുണ്ടോ? ഉണ്ടെങ്കിൽ 4 എണ്ണം സാറേ. ഓ മേസിലെ റീനയും ചന്തും തമ്മിൽ ലൈനാണോ? ഹാ, എനിക്കെങ്ങനെ അറിയാം? എനിക്ക് സംശയമുണ്ട് മോനെ. ഡാ, ഒരു കൊല പഴം. പെപ്സി മതിയല്ലേ? ആ. ബോസേ, 4 പെപ്സി. എടാ ബോസേ, ബർഗർ, മീറ്റ് റോള്, പിസ്സ, ആ ടൈപ്പ് എന്തെങ്കിലും ഉണ്ടോ? അതെ, സാറന്മാര് കട്ടൻ ചായ അല്ലേ കുടിക്കുന്നത്? അതിന്റെ കൂടെ ഇതൊക്കെ തിന്നാലേ വയറളവും. ആയല്ലേ? ആ, സാരില്ല, അടുത്ത തവണ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്കു കണ്ണുകളെന്തിനു വേറെ, കാണാനുള്ള. എന്നാ വിട്ടാലോ? ഗോപിയ, ആ എന്നാ പോവാ. നിന്നോട് കുറെ ദിവസമായി ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. നിനക്ക് വല്ലതും തോന്നോടാ? ഏയ് ഇല്ല, ചോദിക്കേ. നീ ലവിലാണ് ആ നമിതയുമായിട്ട്? കറിയാച്ചനോട് ഇതൊക്കെ പറഞ്ഞേ? ഞാനിതൊക്കെ കാണുന്നുണ്ട് മോനെ, എന്നോട് വേണ്ടാട്ടോ. അല്ല, എങ്ങനെ നല്ല സുന്ദരിയാ? നല്ല ചെമ്പകത്തിന്റെ നിറം, വിടർന്ന കണ്ണുകൾ, നീണ്ട തലമുടി. കറിയാച്ചനാള് കൊള്ളാലോ. തോരാതെ പെയ്യുമീ വർഷം നമുക്കിനി, തീരാതെ കൊള്ളാം തിരിക്കൂ പ്രിയേ. നാളെ എൻ്റെ ജന്മദിനമാണ്. പിറന്നാൾ ആഘോഷത്തിൻ്റെ ഓർമ്മകളൊന്നും എൻ്റെ മനസ്സിലില്ല. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ച് നടക്കുമ്പോൾ ഞാൻ ഏറെ ആഹ്ലാദിച്ചിരുന്നു. പിന്നീട് എല്ലാം എനിക്ക് ഓർമ്മ മാത്രമായി. ഇപ്പോൾ ഞാനൊരു അഭയത്തിൻ്റെ തണലിലാണ്. ക്യാമ്പസും മുത്തശ്ശി മരവും ഗോപിയുമൊക്കെ എൻ്റെ മേൽ തണൽ വിരിക്കുന്നത് ഞാൻ അറിയുന്നു. ഏറെ ആഘോഷങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ 2 പേരും മുത്തശ്ശിമരവും ചേർന്ന് ഈ ജന്മദിനം ആഘോഷിക്കുകയാണ്. സോറി കേട്ടോ. ഈ സർക്കാർ ഓഫീസിലെ ഓരോ കാര്യങ്ങളെ ഞാൻ ഗായത്രിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാ. ചെല്ലാൻ അടയ്ക്കാനൊക്കെ എന്താ ക്യൂ. സെക്ഷൻ ഓഫീസിൻ്റെ അടുത്ത് പോയാൽ പിന്നെ അയാളുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയണം. എല്ലാം കഴിഞ്ഞ് ഫോം കൊടുക്കാൻ എത്തിയപ്പോഴാ സമയം കഴിഞ്ഞു എന്ന് പറയണേ. നമിത, സോറി കേട്ടോ. ഇത്ര നേരം നിന്നെ കാത്തിരുന്ന ഞാനാ വിട്ടി. പഴയ കൂട്ടുകാരെ കിട്ടിയപ്പോ നീ എല്ലാം മറന്നു. എനിക്കും ഉണ്ടായിരുന്നു കൂട്ടുകാർ. നിനക്ക് വേണ്ടിയാ ഞാൻ അവരെ ഉപേക്ഷിച്ചത്, മറക്കണ്ട. നമിത നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. അല്ലെങ്കിലും ഗോപിക്ക് എപ്പോഴും ഗോപിയുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ കുറിച്ച് ലീസ് ബോധടാ. വേണ്ട, എനിക്ക് നിന്നെ കാണണ്ട. പൊയ്ക്കോ. അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഐസ്ക്രീമും ചോക്ലേറ്റും ബർത്ത്ഡേ ഒക്കെ നിന്റെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ. നീ എന്താ പറഞ്ഞേ?
എന്താ പറഞ്ഞേ? എനിക്ക് മനസ്സിലാവില്ല എന്നല്ലേ? എന്നെ നീ അങ്ങനെയാണല്ലേ മനസ്സിലാക്കിയിരിക്കുന്നത്? ശരി ശരി, കാണിച്ചു തരാം. കാലത്ത് നേരത്തെ പോകേണ്ടി വന്നതിനാൽ എനിക്ക് മോളെ കാണാൻ കഴിഞ്ഞില്ല. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു അങ്കിൾ. എന്തു പറ്റി? മുഖത്തൊരു വിഷമം? സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്? എന്താ ആന്റി വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല അങ്കിൾ. അങ്കിൾ, ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിക്കോട്ടെ? നിനക്കിവിടെ മടുത്തു തുടങ്ങിയില്ലേ? ഞാനിവിടെ തനിച്ചല്ലെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത് മോളെ കാണുമ്പോഴാ. ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ലെങ്കിൽ മോള് പൊയ്ക്കോ, ഞാനെതിരെ നിൽക്കില്ല. മണിക്കൂർ 1 ഭക്ഷണം വിളമ്പി വെച്ചിട്ട് ഇനി ഞാൻ നിങ്ങളെ കാത്തു നിൽക്കണം? ഒന്ന് നിന്നെ. നിങ്ങൾ ഒരാളാ ഇവിടെ ഇത്രയും വഷളാക്കിയത്. അച്ഛനും അമ്മയില്ലാത്ത കുട്ടിയാ എന്റെ കൂടപ്പുറപ്പിന്റെ ചോര. അല്ലെങ്കിലും ബന്ധങ്ങളുടെ വില നിനക്ക് മനസ്സിലാവില്ലല്ലോ. നമ്മൾ രണ്ടുപേരും രണ്ടു വഴിക്കാണെന്ന് നമുക്ക് നേരത്തെ ബോധ്യപ്പെട്ടാണ്. എന്നിട്ടും ഒരുമിക്കാൻ ശ്രമിക്കുന്നിടത്താണ് നമ്മൾ പരാജയപ്പെടുന്നത്. നോക്ക്, നമുക്കൊരു മോനുണ്ട്, അവനൊരു ജീവിതമുണ്ട്. അതോർത്തെങ്കിലും നമുക്ക് പരസ്പര ധാരണയിലെത്താം, അഭിനയിക്കാം. നീ പറയുന്നത് പോലെ കീറ്റ്സിന്റെയും ഷെല്ലിയുടെയും കവിതകളിൽ മാത്രം ജീവിക്കുന്ന ഒരു സ്റ്റുപ്പിഡ് പ്രൊഫസറായി എന്താ? ഇവിടെ എങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്നേ. നിനക്ക് ഓർമ്മയുണ്ടോ? പുഴക്കരയിൽ നമ്മൾ ഓടിക്കളിച്ചതും ഭ്രാന്തനാണുവിനെ കണ്ടു പേടിച്ച് ആനപ്പാറയിൽ ഒളിച്ചിരുന്നതും. അച്ഛനന്ന് ഒരുപാട് തല്ലിയല്ലേ? തല്ലാൻ തുടങ്ങിയ അച്ഛൻ നിർത്തില്ല. ഭ്രാന്ത് ഇളകിയ പോലെ. സത്യത്തിൽ അച്ഛൻ്റെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ മേൽ തീർക്കുകയായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ അച്ഛനെന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. ഗോപി അറിഞ്ഞോ? നമ്മുടെ ഭ്രാന്തനാണ് മരിച്ചുപോയി. അതെയോ? ഞാൻ അങ്ങോട്ടൊക്കെ പോയിട്ട് കുറെ നാളായി. പരസ്പരം കാണാതെ നമ്മൾ തമ്മിൽ എത്ര നാളിങ്ങനെ പ്രണയിക്കും? ഈ ജന്മം മുഴുവനും. എനിക്കൊരു നിമിഷം പോലും പറ്റില്ല. എനിക്ക് കാണണം പ്ലീസ്. ഓക്കേ, കാണാം. എപ്പോ, എവിടെ, എങ്ങനെ? ഇന്ന് തന്നെ കോളേജിൽ. മിടുക്കുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. ഒരു ക്ലൂ തരാമോ? ക്ലൂ തരില്ല, കണ്ടുപിടിക്കുക. ഓക്കെ. അനാമിക അല്ല. അനാമിക കണ്ടോ? ഇല്ല. നിങ്ങൾ ആരാ അനാമിക? ഞങ്ങളല്ല. അനാമിക. യെസ്, അതെ, നിങ്ങൾ ആരാ അനാമിക? ആരുമല്ലേ? അത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഏതെങ്കിലും അനാമിക അറിയാവോ? അറിയില്ലേ? കോളേജിലുള്ള? അറിയില്ലെങ്കിൽ ഓക്കെ,
പ്രശ്നമല്ല, ക്യാരി ഓൺ. അതെ, നിങ്ങൾ ആരെങ്കിലും അനാമികയാണോ? അല്ല. ഓ, സത്യം പാടാ, നിന്നെ കുറെ ദിവസമായി ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. നീ എവിടെയോ കുടുങ്ങിയിട്ടുണ്ടല്ലേ? അങ്ങനെ ഇത് വലിയ ശല്യമായല്ലോ. ഞാൻ എവിടെയും കുടുങ്ങിയിട്ടില്ല. ലീവ് മീ അലോൺ. ഞങ്ങളത് വിശ്വസിക്കില്ല. ആപത്തി സഹായിക്കുന്നവനാ യഥാർത്ഥ സുഹൃത്ത്. ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. എനിക്കാരുടെ സഹായം ഒന്നും വേണ്ട, ഉപദ്രവിക്കാതിരുന്നാ മതി. പിന്നെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. ഐ ആം ഇൻ ലവ്. ഇതൊരു പുതിയ വാർത്തയല്ലേ? ഇത് അതുപോലല്ല, സീരിയസാ. ആരായി കക്ഷി? അത് തന്നെ ഞാൻ നോക്കുന്നേ. ബഹുമാനപ്പെട്ടവരെ, പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസവും കലയും സംസ്കാരവും സമ്മിശ്രമായി സമ്മേളിക്കുന്ന നമ്മുടെ ഈ കലാലയത്തിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രശസ്ത തിരക്കഥാകൃത്തും ചലച്ചിത്ര സംവിധായകനുമായ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ലോഹിതദാസ് സാറാണ്. ശ്രീ ലോഹിതദാസ് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ കോളേജിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാൻ അറിയിക്കുന്നു. ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഒരു പ്രാസംഗികനായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കാനല്ല എനിക്കിഷ്ടം. നിങ്ങളിലൊരാളായി നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനാണ് എനിക്കിഷ്ടം. കാരണം എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ഓർമ്മകളുണ്ട്. എനിക്കും ഒരു കലാലയ ജീവിതമുണ്ടായിരുന്നു, നിങ്ങളെപ്പോലെ തന്നെ. ആ കലാലയ ജീവിതത്തിൻ്റെ ഒരുപാട് ഓർമ്മകളുണ്ടായിരുന്നു. ആ ഓർമ്മകളിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ കഴിയും. ഓർമ്മകൾ ഉണ്ടാകുമ്പോഴാണ് ജീവിതം സ്നേഹസുരഭിലമാകുന്നത്. ജീവിതത്തിൽ നാം പരമമായ ആനന്ദം അനുഭവിക്കുന്നത് എപ്പോഴാണ്? കുറേ പണമുണ്ടാകുമ്പോഴാണോ? അല്ലെങ്കിൽ വീട് വയ്ക്കുമ്പോഴാണോ? അതോ കാറ് വാങ്ങുമ്പോഴാണോ? വീടും പണവും കാറും എല്ലാം ഉള്ളവർ അസ്വസ്ഥരാണ്. എനിക്ക് തോന്നുന്നത് ജീവിതത്തിലെ ഏറ്റവും ഉദാത്തമായ ആനന്ദം അനുഭവിക്കുന്നത് നമ്മെ ഒരാൾ തീവ്രമായി സ്നേഹിക്കുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിലാണ്. അവിടെ നമ്മുടെ സങ്കടങ്ങൾ അകലുന്നു, അസ്വസ്ഥതകൾ അകലുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെ സൗഗന്ധികങ്ങൾക്ക് മാത്രമേ നമ്മുടെ മുറിവുകൾ ഉണക്കാനാവൂ. സ്നേഹത്തിൻ്റെ നീരുറവ് പറ്റാത്ത ഹൃദയങ്ങളിൽ ഓർമ്മകൾ പുഷ്പിച്ചു നിൽക്കുന്നു. ഈ കലാലയവും ഇവിടുത്തെ ജീവിതവും നിങ്ങളുടെ മനസ്സുകളിൽ സദാ പുഷ്പിച്ചു നിൽക്കുന്ന ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകട്ടെ. അങ്ങനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ നീരുറവ ഒരിക്കലും വറ്റാതെ ഒഴുകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ശ്രീ ലോഹിതദാസ് സാറിന് നന്ദി. അടുത്തതായി കലാപരിപാടികളാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ആദ്യമായി BSc കെമിസ്ട്രി വിദ്യാർത്ഥിനികളായ പ്രിയയും സംഘവും അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ്. എല്ലാവരും നിശബ്ദരായിരുന്ന് സഹകരിക്കണം. അടുത്തതായി ഒരു ഗാനം ആലപിക്കുന്നത് ഫിസിക്സ് വിദ്യാർത്ഥിനി ഗായത്രി. പൂക്കളെ
ഗായത്രി പാട്ട് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ശരിക്കും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏയ് അങ്ങനെയൊന്നും ഇല്ല. ഗായത്രി, പാട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ടീച്ചർ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ല. ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് ഇയർ ഫിസിക്സ്. ആ ഗോപി, റെക്കോർഡൊക്കെ സൈൻ ചെയ്യണം കേട്ടോ. ശരി ടീച്ചർ. വരൂ. നിന്റെ സുഹൃത്ത് എന്താ മസിൽ പിടിച്ച് കിടക്കുന്നത്? ആ എനിക്കറിയില്ല. അതെ, ഒന്ന് നിന്നെ. ഞാൻ വന്നോളാം. അല്ല, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഏയ് പ്രശ്നമൊന്നുമില്ല. ഗോപി, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ ഇവളുമായിട്ട്? ഏയ് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്കാണോ പ്രശ്നം? അതെ, നിങ്ങൾ ഇങ്ങനെ വെറുതെ മിണ്ടാതെ മസിൽ പിടിച്ചടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു കാര്യം പറയട്ടെ, എനിക്കറിയാം എന്താ പ്രശ്നം എന്ന്. ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ തെറ്റിയത്. അന്ന് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാനാ ഗോപിയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയത്. അതിന് ഞാൻ സോറി പറയാം. സോറി സോറി സോറി. ആ ഇനി മിണ്ടിക്കേ. കൈയോട് കൈയോട്. ചെമ്പില തണ്ടാലൊരു കൂട ചൂടി ചേറുള്ള പാടവരമ്പത്തു കൂടി ചേലഴും ചെമ്പകം മുടിയിൽ ചൂടി ചാറ്റൽ മഴയത്തു നീ എന്നു ഓടി അന്നു ഞാൻ നിന്നോടെ പിന്നെ എടാ ഇങ്ങോട്ടല്ല വരുന്നു. കലിപ്പാണോ? അതെ, നിങ്ങളാണോ ഈ കോളേജിലെ കൂവല് മൊത്തമായി ഏറ്റെടുത്തിരിക്കുന്നത്? അത് പിന്നെ ഞങ്ങള് നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ചാലേ അല്ലടാ. നിങ്ങൾ കാരണോ ഞങ്ങളുടെ കോൺസെൻട്രേഷൻ പോയത്. അതെ, അവസരം ഞങ്ങൾക്കും കിട്ടും. വാടോ. ഒന്ന് ചിരിച്ചാൽ തീരണ പ്രശ്നല്ലേ, ഒന്ന് മിണ്ടിയാൽ തീരണ പ്രശ്നല്ലേ, ഒന്ന് കൊന്നാ തീര. ഒരെണ്ണം കൂടി തരുമോ? സൂസി കൊറേ നാളെ ഒരു ചെരുപ്പ് ചോദിക്കുന്നു. തമ്മിൽ നോക്കി ചിരിക്കുന്നു, തമ്മിൽ നോക്കി ചിരിക്കുന്നു. പിന്നെന്താ പിന്നെന്താ പിന്നെന്താ? ഞാൻ അവളെ കണ്ടുപിടിച്ചടാ. ഞാൻ അവളെ കണ്ടുപിടിച്ചു. എത്ര ശ്രമിച്ചിട്ടാ ഞാൻ അവളെ കണ്ടുപിടിച്ചെന്നറിയോ? എന്റെ അടുത്താ മോനെ കളി. പറ നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇന്നത്തെ ഫുൾ ട്രീറ്റ് എന്റെ വക. ആരാ പാർട്ടി? കാണണോ? കാണണോ? വാ വാ. ദാ ഈ ഗായത്രി എവിടെയാണെന്ന് അറിയാമോ? ഏത് ഗായത്രി? ഫസ്റ്റ് ഇയർ BSc ഫിസിക്സ്. അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് വലത്തോട്ട്. അതെ. അച്ഛാ, അമ്മിണി. അച്ഛാ, അമ്മണിയൊന്നും വിളിക്കല്ലേ. ചെക്കന്മാരെ കേട്ടാ പിന്നെ അതും വിളിച്ചോണ്ട് നടക്കാൻ തുടങ്ങും. അല്ല, അച്ഛനെപ്പോഴാ എത്തിയേ? ഇപ്പൊ ഇങ്ങോട്ട് എത്തിയേ ഉള്ളൂ. ക്ലാസ്സിൽ പോയപ്പോ കുട്ടികൾ പറഞ്ഞു ഇവിടെ വന്നിരിക്കുകയാണെന്ന്. എന്താ അച്ഛാ വിശേഷം? വിശേഷങ്ങൾ ഉണ്ടല്ലോ. നിനക്ക് നഴ്സിംഗ് കോളേജിൽ നിന്ന് കാർഡ് വന്നിരിക്കുന്നു. അച്ഛൻ ഇതും കൊണ്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? തെക്കേപ്പുറത്തെ മാലതി ടീച്ചറോട് പറഞ്ഞിരുന്നെങ്കിൽ ഹോസ്റ്റലിലേക്ക് ഫോൺ വിളിച്ച് പറയുമായിരുന്നല്ലോ. എന്തിനാ ഇപ്പൊ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പോണത്? ഞാൻ ഇങ്ങോട്ട് പോന്നു. നിന്നെ ഒന്ന് കാണുകയും ചെയ്യാലോ. 24-ന് ചെല്ലണം അത്രേ നഴ്സിംഗ് കോളേജിലേക്ക്. ഫീസ് മുഴുവൻ അപ്പൊ തന്നെ അടക്കേണ്ടി വരും. അതൊക്കെ എങ്ങനെയെങ്കിലും ശരിയാക്കാം. വാ. പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി. അമ്മ പ്രത്യേകം പറയാൻ പറഞ്ഞതാ. നമ്മുടെ പൂവാലി പശു പറ്റൂ. നല്ല ഒന്നാന്തരം കിടാവ്. നെറ്റിയിൽ വെളുത്ത പുള്ളിയുള്ള നല്ല ഐശ്വര്യമുള്ള കിടാവ്. 2-2.5 ലിറ്റർ പാല് കിട്ടും. പിന്നെ നിന്റെ കൂടെ പഠിച്ച കുട്ടിയുണ്ടല്ലോ, കുന്നത്തേരിയില്ലേ? അത് തന്നെ. അവളുടെ കല്യാണമായി. ചെക്കൻ ദുബായിലാ. കല്യാണം വിളിക്കാൻ അവളും ഉമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നിന്നോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു. എന്താണ് അച്ഛനും മകളും കൂടി? ഗോപിയോ, നീ ഇവിടെയാ പഠിക്കണേന്ന് ഇവള് പറഞ്ഞ അറിഞ്ഞേ. പിന്നെ എന്താ വിശേഷിച്ച്? ഇവക്കൊരു കാർഡ് വന്നിട്ടുണ്ട് നഴ്സിംഗ് കോളേജിൽ നിന്ന്. അഡ്മിഷന് ചെല്ലണത്രേ. 24-ാം തീയതിയാ. കോൾ അടിച്ചല്ലോ. ഒന്നും പറയാൻ പറ്റില്ല. പോയി നോക്കട്ടെ. എവിടെ? അതെന്താ പറയാൻ പറ്റായ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഈ കളി അവസാനം സീരിയസ് ആവുന്നു. ഇപ്പൊ എന്തായി? ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആവുമെന്ന് നമ്മൾ വിചാരിച്ചു. ഒരനാമിക അനാമിക എന്ന് പറഞ്ഞ് അവൻ ആ നമിതയുടെ പുറകെ നടന്ന് എന്തൊക്കെ പുകില ഉണ്ടാകാൻ പോകുന്നേ. വരട്ടെ, എങ്ങോട്ടാ പോണെന്ന് നമുക്ക് നോക്കാം. നോക്കാനൊന്നുമില്ല. അവന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവളുടെ പുറകെ നടന്ന് അവളെ വെറുപ്പിക്കും. അത് അവളുടെ വീട്ടുകാരറിയും, അവരിടപെടും, നല്ല അടിയും കിട്ടും. അടി നമുക്കും കിട്ടാൻ സാധ്യതയുണ്ട്. അടി കിട്ടുമ്പോൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവണം. അതെ, ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം.
ഞാനൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തില. പേരോ അനാമിക. അനാമിക മനു. അയ്യോ, വീട്ടിലൊന്നും പറയല്ലേ, കൊളമാക്കല്ലേ. ഓക്കെ, സി യു ഉമ്മ. ബൈ ബൈ. സ്വരധാരയായി നീ മുകിൽ മാല പോലെ, സ്വരധാരയായി മുകിൽ മാല പോലെ ജീവതാളങ്ങളിൽ, സ്വരധാരയായി മുകിൽ മാല പോലെ ജീവതാളങ്ങളിൽ, സ്ഥലകാല ദൂരം നീന്തി നീന്തി ചാരയെത്തുന്നു മായാജാലകത്തിൻ താരാദീപമേ നീ. തിരമാല പോലെ ചിരദാഹമായി നീ, തിരമാല പോ ചിരദാഹമായി നീ ദൂരതീരങ്ങളിൽ, തിരമാല പോ ചിരദാഹമായി നീ ദൂരതീരങ്ങളിൽ, പ്രിയതേ എനിക്കായി മാരിവില്ലിൻ പീലിമെത്തുന്നു മായാജാലകത്തിൻ താരാദീപമേ നീ. താഴെ എന്നുള്ളിൽ താളമായി പോരൂ മായാജാലകത്തിൻ താരാദീപമേ നീ. താഴെ എന്നുള്ളിൽ താളമായി പോരൂ. കാര്യങ്ങളൊക്കെ കുളമായിരിക്കാണ്. എന്തെങ്കിലും നുണ പറഞ്ഞ് അവനെ പിന്തിരിപ്പിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അവന് വട്ടാവും. ഇപ്പോഴേ വട്ടായെന്നാ തോന്നണേ. ഇരിക്കല്ലേ, ഇവന് വേണ്ടിയല്ലേ ഇതെല്ലാം തുടങ്ങി വെച്ച്, അവൻ തന്നെ പറയട്ടെ. ഓ, ഇപ്പൊ നിങ്ങളൊക്കെ പുണ്യാളന്മാരും ഞാൻ വലിയ പ്രശ്നക്കാരനും. എടാ, ഇതിന്റെ പേരിലേ നിങ്ങൾ എന്നെ എത്ര ഫുട്ടടിച്ചിട്ടുണ്ട്? ചെലവ് ചെയ്തെങ്കിലേ നന്നായുള്ളൂ. അതുകൊണ്ട് നിനക്കൊരു ലൈനോത്തില്ലേ, അല്ലെങ്കിൽ അവൻ നിന്റെ അവളെ കൊണ്ട് പോയാനെ. ഏയ്, ബി സീരിയസ്. ദാ മനു ഓൺലൈൻ വന്നിട്ടുണ്ട്, വേഗം ഐഡിയ പറയൂ. ഞാനൊരു ഹൃദ്രോഗിയാണ്, മനു എന്നെ മറക്കണം എന്ന് കാച്ചാലോ? ഏയ്, അതൊന്നും അവിടെ കേൾക്കില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ വിവാഹം നിശ്ചയിച്ചു, അത് കഴിഞ്ഞ് ഞാൻ അമേരിക്കയിലേക്ക് പോകും എന്ന് പറയാം. അത് ഐഡിയ. എൻ്റെ കല്യാണം നിശ്ചയിച്ചു, കല്യാണം കഴിഞ്ഞാൽ ഞാൻ അമേരിക്കയിലേക്ക് പോകും, മനു എന്നെ മറക്കണം. എന്നെ മോഹിപ്പിച്ചിട്ട് ഇപ്പൊ തനിച്ചാക്കി കടന്നു കളയാണോ? നോ, ഞാൻ സമ്മതിക്കില്ല. സോറി മനു, ഐ ആം ഹെൽപ്ലെസ്. എങ്കിൽ പിന്നെ എന്റെ ശവം കണ്ടിട്ട് പോയാ മതി. കേട്ടില്ലേ, അവ ആത്മഹത്യ ചെയ്യുന്നു. അവന് പ്രാന്താ, അവ അങ്ങനെ ചെയ്യും. ഒരു കാര്യം ചെയ്യാം, നമ്മൾ അവനോട് പറയുന്നു, അളിയ ഇത് ഞങ്ങൾ ഒപ്പിച്ചൊരു പരിപാടിയാണ്, മറന്നുകളാണ്. ഗോപിക്ക്. ഞാൻ ഗായത്രിയാ. എനിക്ക് നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ ശരിയായി. ഒടുവിൽ പാവങ്ങളെയും രോഗികളെയും ശുശ്രൂഷിക്കണമെന്ന എൻ്റെ ആഗ്രഹം സാധിച്ചു. ഇവിടെ ഒരു വൃദ്ധസദനമുണ്ട്. മക്കൾ ഉപേക്ഷിച്ച കുറേ അച്ഛനമ്മമാരും മുത്തശ്ശന്മാരും മുത്തശ്ശികളുമുണ്ട്. ഞാൻ എല്ലാവരുമായി നല്ല കൂട്ടാ. ഇവിടുത്തെ ക്യാമ്പസൊക്കെ ഭയങ്കര ബോറാ. നല്ല സുഹൃത്തുക്കളൊക്കെ കുറവാ. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ക്യാമ്പസും പുഴയും കാറ്റാടിമരങ്ങളുമൊക്കെ ഒരു രസം തന്നെയാ. അത് ഓർക്കുമ്പോഴാ നിങ്ങളെയൊക്കെ നഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, ജസ്റ്റ് വരുന്നില്ലേ? അതാ വരുന്നു. ഇത് നമ്മുടെ ഗോപിയുടെ ഫ്രണ്ടല്ലേ? ആ വാ. അയ്യോ, എന്നൊന്നും ചെയ്യല്ലേ. വീട് വീട് അയ്യോ, വീട്, എന്റെ വീട്.
ഗായത്രി ഗായത്രി ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം. എങ്ങനെ എടുത്ത കുട്ടിയായത്? എന്തൊരു വിദ്യാ ഭഗവാനെ. പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഈ മരുന്ന് വാങ്ങിക്കൊടുത്താൽ മതി. വാങ്ങി വരാം. ഗോപി, സുമ ചേച്ചി? അതെ. ചേച്ചി ഇപ്പൊ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അതെ, ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് 3 മാസമായി. അല്ല, നീ എന്താ ഇവിടെ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ കിടപ്പുണ്ട്, ആ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടി. ഓ, ആ കുട്ടി. ഗോപി ഒന്ന് വന്നേ. ആ കുട്ടിയുടെ കേസിൽ പലരും ഇടപെടുന്നുണ്ട്. ആ കുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് അല്ല ഇവിടെ കിട്ടുന്നത്. എവിടെ പ്രിസ്ക്രിപ്ഷൻ? നോക്കട്ടെ. ഈ മരുന്നുകളെല്ലാം അപകടമാണല്ലോ. കടുത്ത മാനസിക രോഗികൾക്ക് നൽകുന്ന മരുന്നുകൾ അതൊക്കെ. ആ കുട്ടിയെ അപകടപ്പെടുത്താൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. അവൾ രക്ഷപ്പെട്ടാ കുടുങ്ങുന്നത് ഉന്നതന്മാരൊക്കെയാണല്ലോ. ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റുന്നതാ നല്ലത്. എന്ത് പറ്റി? അതൊക്കെ പിന്നെ പറയാം. ഗായത്രി ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റണം, അല്ലെങ്കിൽ അപകട. ഒന്ന് പിടിച്ചേ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ പേഷ്യന്റ് പുറത്തേക്ക് കൊണ്ടുവന്നത്? നിങ്ങളൊക്കെ ആരാ? ഞങ്ങളോ? പ്രതികരണ ശേഷി നഷ്ടപ്പെടാത്ത വിദ്യാർത്ഥികൾ. ഒരു പാവം വിദ്യാർത്ഥിനിയോട് ജീവൻ അപകടപ്പെടുത്താൻ ഇവിടെ ഗൂഢാലോചന നടത്തുമ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്കാവില്ല. ഈ അവസ്ഥയിൽ ഈ പെൺകുട്ടിയെ പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് കൊണ്ടുപോയേ പറ്റൂ. പണത്തിനും പ്രതാപത്തിനും വേണ്ടി മെഡിക്കൽ എത്തിക്സിനെ പണയം വെക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം എറിഞ്ഞു തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങളൊക്കെ അകത്താകും. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്ന ഉന്നതന്മാരുണ്ടല്ലോ, അവരും മാറി നിൽക്കും. പ്രിയപ്പെട്ടവരെ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ പടിയടച്ച് പിണ്ടം വെച്ച ഈ നഴ്സിംഗ് കോളേജിലേക്ക് നമുക്ക് സംഘടിച്ച് കടന്നു വരേണ്ടി വന്നത് ഇവിടെ നടന്ന അതിദാരുണമായ ഒരു പീഡനത്തിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയാണ്. സ്വന്തം ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയെ റാഗിങ്ങിന്റെ മറവിൽ അതിക്രൂരമായി മാനഭംഗപ്പെടുത്തിയ ഈ സംഭവം സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഉയർന്ന ഫീസ് കൊടുക്കാൻ ഗതിയില്ലാതെ പ്രവേശന പരീക്ഷാ കമ്മീഷൻ ഓഫീസിന്റെ 7ാം നിലയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്ത രജനീയ സ്ഥാനത്തിന്റെ ചോരപ്പാടുകൾ ഉണങ്ങുന്നതിന് മുമ്പാണ് കേരളത്തിന്റെ മണ്ണിൽ വീണ്ടും ഇത്തരമൊരു സംഭവം. ആരാണ് ഇതിന് ഉത്തരവാദി? സാമുദായിക പ്രമാണികൾക്കും സ്വാശ്രയ മാനേജ്മെന്റിനും മാഫിയകൾക്കും വിദ്യാഭ്യാസം തീരെഴുതി കൊടുക്കുകയും അങ്ങനെ ക്യാമ്പസിൽ അരാജകത്വവും അരാഷ്ട്രീയവും അഴിഞ്ഞാടുകയും ചെയ്തതിന് കാരണം ഇവിടുത്തെ നീതിപീഠവും ഭരണകൂടങ്ങളുമാണ്. പണക്കൊഴുപ്പിന്റെ പിൻബലത്തിൽ സ്വന്തം സഹപാഠിയുടെ മാനത്തിന് പോലും വില പറയുന്ന നരാധമന്മാരെ നിങ്ങൾ അധികാരികൾ ഒതുക്കിയ ഏത് താവളത്തിൽ പോയി ഒളിച്ചാലും കേരളത്തിലെ സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനം അവിടെ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുമെന്ന് ഓർത്തിരിക്കുന്നു. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയെ മനോരോഗിയാക്കാനുള്ള ശ്രമം പോലും ഇവിടെ നടക്കുകയുണ്ടായി. എന്നാൽ പ്രിൻസിപ്പാളും ഡയറക്ടറും വൈസ് ചാൻസലറും എല്ലാം തന്നെ അത്തരമൊരു സംഭവമേ ഇല്ല എന്ന് പ്രസ്താവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിൽ ഏതൊരു വിദ്യാർത്ഥിക്ക് പ്രശ്നമുണ്ടായാലും പ്രതികരിക്കുന്ന വിദ്യാർത്ഥികളുടെ എല്ലാരും വാ. നിക്കണം. കോടതിയിൽ
സ്റ്റേജിൽ കയറി പ്രിൻസിപ്പലിനെയും ഡയറക്ടറെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? SP യുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ്. വ്യക്തമായ തെളിവുണ്ട്. കാര്യങ്ങൾ ഞങ്ങൾ ബോധിപ്പിക്കേണ്ട സ്ഥലത്ത് ബോധിപ്പിച്ചോളാം. എന്ത് തെളിവ്? അബ്നോർമൽ ആയ ഒരു കുട്ടിയുടെ വാക്കുകളാണോ നിങ്ങളുടെ തെളിവ്? തെമ്മാടിത്തരം പറയരുത്. നിങ്ങളൊരു സ്ത്രീയല്ലേ? നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ പീഡിപ്പിച്ചെങ്കിൽ ആരെങ്കിലും പറയായിരുന്നോ? ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് ഈ കോളേജിൽ നടന്നിട്ടുണ്ട്. അധ്യാപകരുടെ പീഡനം സഹിക്കാൻ കഴിയാതെ ധാരാളം കുട്ടികൾ പഠനം നിർത്തി പോയിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ പിൻപുകളായി പ്രവർത്തിക്കുന്ന ഇവരൊക്കെ തന്നെയാണ് അന്നും ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. വിദേശത്ത് പഠിച്ച് ലക്ഷങ്ങൾ വാരിയെറിഞ്ഞു വീസിയായ നിങ്ങൾക്ക് കേരളത്തിലെ പാവപ്പെട്ട പെൺകുട്ടികളുടെ തുണി പറിച്ചെറിയുന്ന സംസ്കാരം ഒരു ദുരന്തമായി തോന്നില്ല. നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആരാണെന്ന് എനിക്കറിയാം. പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ഇവരെ വിടേണ്ടി വരും. ഓർത്തോ? പിന്നെ പോലീസിന് ചെലവിനിരുന്നത് നിങ്ങളല്ലേ? ഗായത്രി, എങ്ങനെയാ നിന്നെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നോക്ക്, ധൈര്യം കൈവിടരുത്. ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഗായത്രിക്ക് വിശ്വസിക്കാൻ കഴിയണം. അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ തകർന്നു പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കും. പോയടാ അവിടുന്ന്. എല്ലാവർക്കും എൻ്റെ മോളെ പറ്റിയായി പറയേണ്ടത്. എൻ്റെ മോക്ക് ഒരു കുഴപ്പമില്ല, അവക്കൊന്നും പറ്റിയിട്ടില്ല. ഭാനുവേ, എടി ഭാനു. എന്താ ഭാനുവേ? എന്താ ഇവിടുത്തെ ഭാനു ഇത് എവിടെ പോയി കിടക്ക ഈ സമയത്ത്? വരട്ടെ കേട്ടോ, വാതിലും തോന്നിട്ട് പോയേക്കിടാണ്ടില്ലേ? എന്റെ മോക്കൊന്നുമില്ല, എന്റെ മോക്കൊന്നുമില്ല. എന്താ പറ്റിയേ? എന്താ പറ്റിയേ? എന്താ പറ്റിയേ? എന്താ? എന്റെ ഗോപി, എനിക്കൊരു ചായക്കടയിൽ പോകാൻ പറ്റണില്ല, വഴി നടക്കാൻ പറ്റണില്ല. ഓരോരുത്തർ വന്ന് എന്തൊക്കെയാ എന്നോട് ചോദിക്കണേ. ഞാനൊരു അച്ഛനല്ലേടാ, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ മോള് പഠിച്ചൊരു ജോലിക്കാരിയാവണമെന്ന് ആഗ്രഹിച്ചതാണോ? ഗോപി എപ്പോഴാ ഇവിടെ എത്തിയത്? ഗായത്രിക്ക് എങ്ങനെയുണ്ട്? ആ, മെല്ലെ മെല്ലെ ശരിയായി വരുന്നുണ്ട്. നമുക്കെന്താ ചെയ്യാൻ കഴിയാ? വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാനല്ലേ കഴിയൂ. ഇവരൊക്കെ വെടിവെച്ച് കൊല്ലുക വേണ്ടത്. അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാത്തവന്മാര്. ആലോചിക്കുമ്പോ പേടി തോന്നുക. എന്തൊരു നാടാ നമ്മുടേത്. 100% സാക്ഷരത, ഗോഡ്സ് ഓൺ കൺട്രി, സംസ്കാര സമ്പന്നന്മാർ. ഷെയിം. എന്നിട്ട് നമ്മളൊക്കെ അഭിമാനിക്കുന്നു മലയാളികളാണെന്ന് പറഞ്ഞ്. അല്ല, ഇനിയിപ്പോ ആ കുട്ടിക്ക് തുടർന്ന് പഠിക്കാൻ പറ്റുമോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവളുടെ അച്ഛനും അമ്മയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ നിസ്സഹായാവസ്ഥയിലാ. ഞങ്ങളുടെ എല്ലാം കൂട്ടായ തീരുമാനം അതാണ്. ഗോപി ഞങ്ങളുടെ പാനലിൽ ചെയർമാനായി മത്സരിക്കണം. അയ്യോ, ഞാനോ? ഇതൊക്കെ വലിയ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളല്ലേ. എന്നെ ഒഴിവാക്കണം. ഞാനൊരു ക്ലാസ് ലീഡർ പോലും ആവാത്ത ആളാ. ചെയർമാനായി മത്സരിക്കാൻ ഗോപികൃഷ്ണൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഞങ്ങൾ കാണുന്നില്ല. ഗോപി ഒന്നും കൂടെ നന്നായി ഒന്ന് ആലോചിക്കും. ഹലോ, ഹൗ ആർ യു ചെയർമാൻ? ഞാൻ കേട്ടു. എന്ത് കേട്ടു? ഞാൻ മത്സരിക്കുന്നൊന്നുമില്ല. അയ്യേ, ഇതുപോലൊരു കോളേജിന്റെ ചെയർമാൻ ആവാന്ന് വെച്ചാ ചില്ലറ കാര്യമാണോ മാഷേ? നമിതി ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? നോക്ക്, ഗോപി മത്സരിക്കണം. ഈ കോളേജിന്റെ ചെയർമാൻ ആകണം. നിന്നെ ഇവിടെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ഒരുപാട് പേരുണ്ട്. അവരുടെ മുന്നിൽ നീ വിജയിക്കണം. അത് എന്റെയും കൂടെ ആവശ്യമാണ്. ക്യാമ്പയിനിങ്ങിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വ്യക്തിപരമായി ഓരോരോ ആളെയും കണ്ടിട്ട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ. ഗോപി, നിക്ക്. എന്താ ഇത്? കുറെ ദിവസമായിട്ട് നിന്റെ കത്തും ഇല്ല, ഒരു വിവരവും ഇല്ല. ഞാൻ എന്ത് സമാധാനത്തോടെ അവിടെ ഇരിക്കുക? അമ്പിയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് നീ വരില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഇനി പറയാനൊന്നുമില്ല. ഉണ്ണിമാമയുടെ സ്വഭാവം നിനക്കറിയാലോ. തൊട്ടേനും പിടിച്ചതിനും ഒക്കെ പരാതി. നിന്നെ അവരൊക്കെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുക. എന്നാ നിങ്ങൾ സംസാരിച്ചോണ്ട് നിൽക്ക്. ഞങ്ങൾ ആ ഹിസ്റ്ററി ബ്ലോക്ക് ഒന്ന് കവർ ചെയ്തിട്ട് വരാം. ശരി. അമ്മേ, അതൊക്കെ പിന്നെ പറയാം. അമ്മ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഈ വയ്യാത്ത സമയത്ത് ഒരു കത്ത് അയച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലേ? മിണ്ടണ്ട നീ. കത്ത് ഇവളൊരാളുള്ളതുകൊണ്ട് നിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയണുണ്ട്. അല്ല,
നമ്മുടെ ഗായത്രിയുടെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. കഷ്ടായി പോയി. അവരിപ്പോ എവിടെയാ താമസിക്കണമെന്ന് അറിയാത്തോണ്ട് ഒന്ന് പോയി കാണാനും പറ്റിയില്ല. എന്താ ചെയ്യാ? എനിക്ക് അവിടെ ഇരുന്നപ്പോ പെട്ടെന്ന് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ആദി. കണ്ണടച്ചാ ഓരോ സ്വപ്നങ്ങൾ ഇങ്ങനെ കാണും. ഇതെന്താ നിന്റെ കോലം? എണ്ണനേപ്പും കുളിയൊന്നും ഇല്ലേ? എന്നാ കുറച്ച് ഉണ്ണിയപ്പം അച്ചാറും ഉണ്ട്. എന്നാ സമയത്തിന് വല്ലതും കഴിക്കണട്ടോ. നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് വാ. ദേ ഞാൻ പോവാട്ടോ. ഇപ്പൊ പോയാലേ വൈകിട്ടാവുമ്പോഴത്തേക്ക് അങ്ങോട്ട് എത്തുള്ളൂ. ഇവന്റെ മേലൊരു കണ്ണുണ്ടാവണം. മഹാ ഉഴപ്പനാ. വിജയിച്ചേ വിജയിച്ചേ സ്റ്റുഡന്റ് ഫെഡറേഷൻ വിജയിച്ചേ ഇൻകുലാബ് സിന്ദാബാദ് സ്റ്റുഡന്റ് ഫെഡറേഷൻ സിന്ദാബാദ് നമ്മുടെ ചെയർമാൻ ഗോപികൃഷ്ണൻ നമ്മുടെ ചെയർമാൻ ഗോപികൃഷ്ണൻ വിജയിച്ചേ വിജയിച്ചേ ഗോപികൃഷ്ണൻ വിജയിച്ചേ ഗോപികൃഷ്ണൻ സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് സ്റ്റുഡന്റ് ഫെഡറേഷൻ സിന്ദാബാദ്. ആ ഗോപിയോ എന്നാണോ നാട്ടിലേക്ക്? ദാ പോവാ. ഹാ അങ്ങനെ ഒരു ബാച്ച് കൂടി പടിയിറങ്ങി പോണ കണ്ടു. ഇത്രയും കൊല്ലത്തിനിടയിൽ എത്ര കുട്ടികൾ വരണമെന്ന് പോകണമെന്ന് കണ്ടു. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ഞാനൊക്കെ ഉണ്ടാവുമെന്തോ. മനുഷ്യൻ്റെ കാര്യമല്ലേ. എന്നാൽ ഞാനങ്ങോട്ട് പോട്ടെ, ഇനിയും കുറെ പൂട്ടാനുണ്ട്. ആ ഇവിടെ നിന്നാണ് കന്യകെ, നിന്റെ കണ്ണുകളിൽ നിന്നാണ് അറിവിൻ്റെ ആദ്യത്തെ കിരണം എൻ്റെ ഹൃദയത്തെ ചുംബിച്ചത് എന്ന് ഞാൻ പഠിച്ചത്. ഇവിടെ നിന്നാണ് ഇഫ് ഐ ഹാഡ് ദ ഹെവൻസ് എംബ്രോയിഡഡ് ക്ലോത്ത്സ് ഐ വുഡ് ഹാവ് സ്പ്രെഡ് ദം അണ്ടർ യുവർ ഫീറ്റ് എന്ന് ഞാൻ പഠിച്ചത്. ഇവിടെ നിന്നാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് ഞാൻ പഠിച്ചത്. അച്ഛാ ഗായത്രി, എന്ത് വീട്ടിൽ തന്നെ നീ കാണിക്കുന്നേ? ഞാനിനി എന്താ ചെയ്യണ്ടേ ഗോപി? ഞാൻ മറക്കാൻ ശ്രമിക്കുന്നതെല്ലാം ഓരോ ദിവസം എന്നെ കൂടുതൽ കൂടുതൽ വേട്ടയാടുക. മരണം ഒന്നിനൊരു പരിഹാരമല്ല. അങ്ങനെയെങ്കിൽ ലോകത്ത് വളരെ കുറച്ച് മനുഷ്യരല്ലേ ജീവിച്ചിരിക്കുള്ളൂ. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൊരുതുകയും ചെയ്യുന്ന കുറെ അധികം ആൾക്കാർ നിന്നോടൊപ്പം ഉണ്ട്. നീ അവരെ തോൽപ്പിക്കരുത്. നോക്ക്, നിന്നോട് ക്രൂരത കാട്ടിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവർ രക്ഷപ്പെടാനുള്ള ഒരു വഴി നമ്മൾ അവർക്ക് നൽകിക്കൂടാ.
എന്നോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ? കരഞ്ഞു പറഞ്ഞായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട കുട്ടിയായിരുന്നു നീ. നീ ഒരിക്കൽ ചോദിച്ചില്ലേ നമ്മളെന്നും കുട്ടികളായിരിക്കുമെന്ന്? ഇപ്പോൾ എനിക്ക് തോന്നുക നമ്മളെന്നും കുട്ടികളായിരുന്നെങ്കിൽ എന്ന്. ഒരുപാട് ചിരിക്കുന്ന, ഒരുപാട് സംസാരിക്കുന്ന ആ പഴയ ഗായത്രിയായിട്ട് നീ മാറണം. അച്ഛനും അമ്മയ്ക്കും ഒരുപാട് പ്രതീക്ഷകളും പ്രേരണയും ഒക്കെയുള്ള ആ പഴയ ഗായത്രി. നീ എനിക്ക് വാക്കുകൊണ്ടാ. ഗോപി പറഞ്ഞ ശരിയാ. ഞാൻ ആത്മഹത്യ ചെയ്ത എന്നോടൊപ്പം മരിക്കുന്നത് ഈ നാട്ടിൽ പീഡിപ്പിക്കപ്പെട്ട ഒരുപാട് പെൺകുട്ടികളാ. അവർക്കൊക്കെ വേണ്ടി ഞാൻ മരിക്കാതിരിക്കും. വാക്ക്. ഗിവ് ഫ്ലവേഴ്സ് ടു ദ റെബൽ ഹു ഫെയിൽസ് എന്ന് കേട്ടിട്ടില്ലേ? എടാ, ദിവസം കുറെ ആയല്ലോ, മനുവിനെ പറ്റി ഒരു വിവരമില്ല. ഞാൻ ഇന്നലെ അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവൻ്റെ മമ്മി ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഇനി അവൻ വല്ല കടുങ്കയും ചെയ്തോ എന്തോ. ആ ധൈര്യമൊന്നും അവനുണ്ടാവില്ല. നീ വലിയ ഡയലോഗ് ഒന്നും പറയണ്ട. നിനക്ക് വേണ്ടി വൃത്തിയുടെ കളിയൊക്കെ കളിച്ചത്. ആഹാ, ഞാൻ പറഞ്ഞ ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞ അവനെ പറ്റിക്കാൻ. നിന്റെ മറ്റവളുടെ പുറകെ അവൻ നടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയല്ലടാ ഇതൊക്കെ ചെയ്ത്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പോലീസിലൊരു പരാതി കൊടുത്താലോ? താങ്ക് യു. ഹലോ, ഹൗ ആർ യു? ഫൈൻ. സോറി അളിയ, ഞങ്ങളൊക്കെ ഭയന്നിരിക്കുകയായിരുന്നു. ഒരു തമാശക്ക് തുടങ്ങിയതാ. പക്ഷേ ഇത്ര സീരിയസ് ആവുമെന്ന് എഴുതിയില്ലല്ലേ? ഞങ്ങൾ നിന്നെ ഫോണിൽ ഒരുപാട് ട്രൈ ചെയ്തു. നീ എവിടെയെന്നറിയാതെ ടെൻഷനിലായിരുന്നു ഞങ്ങൾ. എടാ, ഇതൊക്കെ ക്യാമ്പസ് ജീവിതത്തിലെ തമാശയായിട്ട് കരുതാൻ പാടുള്ളൂ. തമാശയായിട്ട് എടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു ജോക്കായിട്ട് എടുക്കാം. ഒരു തമാശ കേട്ടിട്ട് നിങ്ങൾ എന്താ ചിരിക്കാത്ത? എനിക്കതപ്പോഴേ മനസ്സിലായതാ, എന്നെ ആരോ വടിയാക്കാണ്. പിന്നെ നിനക്കൊക്കെ ഒരു പണിയിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു മുങ്ങൽ മുങ്ങിയതല്ലേ? എല്ലാവരും പേടിച്ചാണോ അല്ലേ? എടാ, ഞാൻ ബാംഗ്ലൂർ ആൻറ്റിയുടെ വീട്ടിലായിരുന്നു. ബെല്ലടിച്ചു, ഞാൻ ക്ലാസ്സിൽ പോട്ടെ. വെക്കേഷൻ എന്താ പരിപാടി? സ്ഥിരം പരിപാടികൾ തന്നെ. പിന്നെ ചില യാത്രകൾ, ചില സുഹൃത്തുക്കൾ, അവരെയൊക്കെ ഒന്ന് കാണണം. പിന്നെ ധാർവാറിലൊരു സുഹൃത്ത് ഒരു സിത്താർ കൊണ്ട് തന്നിട്ടുണ്ട്. അതിന്റെ മുകളിൽ ചില പരീക്ഷണങ്ങൾ. എനിക്ക് റിസർച്ച് തീസിസ് തീർക്കണം, സബ്മിറ്റ് ചെയ്യണം. ക്ലാസ് അടച്ചാൽ നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം. ആ ഗോപി, ഇയാളെ ഞാൻ എവിടെയൊക്കെ തെരഞ്ഞു. ദേ, റെക്കോർഡൊക്കെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. റെക്കോർഡോ? എന്റെയോ? ആ, നമിത തന്നിരുന്നു. ശരി. പ്രസീത, എന്താ ഗോപി? നമിതയെ കണ്ടിരുന്നോ? ഇല്ല, കുറെ ദിവസമായി ക്ലാസ്സിൽ വന്നിട്ട്. എന്താ കാര്യം? ഏയ്, ഒന്നുമില്ല. എന്നാ ശരി. നിനക്ക് വേണ്ടി റെക്കോർഡുകൾ എഴുതുക, നിന്റെ അമ്മയുമായി സൗഹൃദത്തിലാവുക, നിന്റെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവൾക്ക് നിന്നോട് പ്രത്യേക ഇഷ്ടമുണ്ടെന്ന്. ഷീ ലവ്സ് യു. എന്താ ചേട്ടായി പറയുന്നേ? അവള് വലിയ വീട്ടിലെ കുട്ടിയാ, സുന്ദരിയാ. ഇതൊക്കെ നമുക്ക് മോഹിക്കാൻ പറ്റുന്നതിനപ്പുറമല്ലേ? നിനക്കെന്താടാ കുറവ്? നീ എന്നെ പോലെ പൊട്ടക്കണനൊന്നും അല്ലല്ലോ. ഒന്നുമില്ലെങ്കിലും നിനക്ക് രാവും പകലും കാണാലോ. ഇതൊക്കെ ഒരു തരം കോംപ്ലക്സാ. ഈ കോംപ്ലക്സ് ഉള്ളവന് പറഞ്ഞ പണിയല്ല ഈ പ്രണയം. വെറുതെ സമയം കളയാനായിട്ട്. എനിക്ക് വേറെ പണിയുണ്ട്. നീ ഇവിടെ ഇരുന്ന് ആലോചിച്ചോ, ഞാൻ പോവാ. അമ്മേ,
മധുരിതഗാനം പാടിയതില്ലല്ലോ, ഇനിയും പാടിയതില്ലല്ലോ. നിനക്കവളെ ഇഷ്ടമാണെങ്കിൽ നീ ഇത് തുറന്നു പറയണം. അതിപ്പോ ഞാനെങ്ങനെ പറയാ? ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിമിഷമാണിത്. മനസ്സ് നിറയെ ഇഷ്ടവും പ്രണയവും ആരാധനയുമുള്ള ഒരു പെൺകുട്ടി. ഏറ്റവും സ്വകാര്യമായൊരു നിമിഷത്തിൽ നീ അവളെ കാണുന്നു. ആകാശത്തെയും ഭൂമിയെയും നക്ഷത്രങ്ങളെയും സാക്ഷി നിർത്തി നിന്റെ പ്രണയം നീ അവളോട് പറയുന്നു. ഹായ് ഗോപി, എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഐ റിയലി മിസ് യുഡാ. ഹോസ്റ്റലിൽ വിളിച്ച ഫുൾ ടൈം എൻഗേജ്ഡാ. ആ സുമിത്തിനോടും കറിയാച്ചനോടും ഒക്കെ അന്വേഷിച്ചപ്പോ അവർക്കും അറിയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയുണ്ടോ ഒരു മുങ്ങൽ? എനിക്ക് ഗായത്രിയുടെ 1-2 കാര്യങ്ങളുമായിട്ട് കുറച്ച് സ്ഥലം വരെ പോകേണ്ടി വന്നു. ഓ സോറി. താങ്ക്സ്. എനിക്ക് നിങ്ങളെയൊക്കെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. ഇന്നലെ എൻ്റെ എൻഗേജ്മെന്റ് ആയിരുന്നു. ജിത്തുവിന് അവധി കൂടുതലില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നടത്തണമെന്ന് വീട്ടുകാർക്ക് നിർബന്ധം. മാരേജിന് നിങ്ങളെ എല്ലാരെയും ക്ഷണിക്കണമെന്ന് ജിത്തു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ, വിളിച്ചില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും വരുമല്ലോ. പിന്നെ ഇപ്പം എനിക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. നമുക്ക് പിന്നെ കാണാം. ഈ കൽപ്പടവിൽ ഈ മരത്തണലിൽ ഒരിക്കൽ കൂടി നീരുന്നെങ്കിൽ ഒരു വേനൽ മുഴുവനും അടരുന്ന പൂക്കളാൻ ഇനിയും നിന്നെ ഞാൻ മൂടിയേനെ. ഈ കൽപ്പടവിൽ ഈ മരത്തണലിൽ ഒരിക്കൽ കൂടി നീരുന്നെങ്കിൽ. ഒരു വർഷസന്ധ്യ തൻ പരിഭവ ഭംഗിയായി മൗനമായി വന്നുവെങ്കിൽ, ഒരു വർഷസന്ധ്യ തൻ പരിഭവ ഭംഗിയായി മൗനമായി വന്നുവെങ്കിൽ, ഒരു മഴക്കാല നിനക്കു ഞാൻ തന്നേനെ. അതിലൊരു മിന്നലായി പടർന്നേനെ. ഒരു മഴക്കാലം നിനക്കു ഞാൻ തന്നേനെ. അതിലൊരു മിന്നലായി പടർന്നേനെ. ഈ കൽപ്പടവിൽ ഈ മരത്തണലിൽ ഒരിക്കൽ കൂടി നീരുന്നെങ്കിൽ. ഹിമബിന്ദു ചൂടിയ പൂവിതളായി നീ ശിശിരത്തിൽ വീണ്ടും ഉണർന്നെങ്കിൽ, ഹിമബിന്ദു ചൂടിയ പൂവിതളായി നീ ശിശിരത്തിൽ വീണ്ടും ഉണർന്നെങ്കിൽ, ഹൃദയത്തിലാളും ചുവപ്പു ഞാൻ തന്നേനെ. ഉയിരിലെ ചൂടും പകർന്നേനെ. ഹൃദയത്തിലാളും ചുവപ്പു ഞാൻ തന്നേനെ. ഉയിരിലെ ചൂടും പകർന്നേനെ. ഈ കൽപ്പടവിൽ ഈ മരത്തണലിൽ ഒരു
ഒരിക്കൽ കൂടി നീരുന്നെങ്കിൽ ഇനി വരും കാലങ്ങൾ അറിയാത്ത പാതകൾ ഒരു ബിന്ദുവിൽ വന്നു ചേർന്നുവെങ്കിൽ ഇതുവരെ പറയാത്ത പ്രിയ രഹസ്യം ഹൃദയതലങ്ങളിൽ കുറിച്ചേനേ ഈ കൽപ്പടവിൽ ഈ മരത്തണലിൽ ഒരിക്കൽ കൂടി നീരുന്നെങ്കിൽ ഒരു വേനൽ മുഴുവനും അടരുന്ന പൂക്കളാ ഇനിയും നിന്നെ ഞാൻ മൂടിയേനെ ഈ കൽപ്പടവിൽ ഈ മരത്തണലിൽ ഒരിക്കൽ കൂടി നീരുന്നെങ്കിൽ. അങ്ങനെ ഒരു ഏപ്രിൽ കൂടെ കടന്നു വരുന്നു. എനിക്കിനി ഇടനാഴികളോടും ക്ലാസ് മുറികളോടും മുത്തശ്ശി മരത്തിനോടുമൊക്കെ യാത്ര പറയണം. ക്യാമ്പസ് ജീവിതത്തിലെ ഈ നനുത്ത നിമിഷങ്ങളൊക്കെ ഇനി ചില ഓർമ്മകളുടെ തുടക്കമോ ഒടുക്കമോ ആയി അവശേഷിക്കും. അതിനു മുമ്പ് എനിക്കറിയണം എന്തിനാണ് ഗോപി എന്നിൽ നിന്നും അകന്നു മാറുന്നത്. Thank you. Okay. Bye. 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 വിട പറയൽ അതെപ്പോഴും വേദനാജനകമാണ്. പ്രണയവും സൗഹൃദവും പിണക്കങ്ങളും പരിഭവങ്ങളുമായി കടന്നുപോയ കലാലയദിനങ്ങൾ ഇനി നമ്മുടെ ഓർമ്മകൾ മാത്രമാവും. ഈ ഓർമ്മകളാവാം ഒരുപക്ഷെ ജീവിതത്തിലെ മുതൽക്കൂട്ട്. ക്യാമ്പസിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നവർ വർഷങ്ങൾ കഴിഞ്ഞ് കുടുംബമൊക്കെയായി വീണ്ടും പരസ്പരം കാണുമ്പോൾ ഒരു പരിചയഭാവം പോലും കാണിക്കാതെ കടന്നു പോവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതൊന്നും മനഃപൂർവ്വമായിരിക്കില്ല. വേദനിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കാം. സ്വപ്നങ്ങൾക്കും ഓരോ വിധിയുണ്ട്. കാണുന്നതുകൊണ്ട് മാത്രം ഒന്നും സ്വന്തമാവണമെന്നില്ലല്ലോ, അല്ലേ? ഗോപി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്നോടൊന്നും മറച്ചു വെക്കരുത്. സത്യസന്ധമായ മറുപടി പറയണം. ചോദിച്ചോളൂ. തൻ്റെ മൊബൈൽ ഓഫാണോ? ഞാൻ കുറേ ട്രൈ ചെയ്തു. അല്ല, നമുക്ക് ഫംഗ്ഷന് പോണ്ടേ? ഗോപികൃഷ്ണൻ അല്ലേ? അതെ. ഇയാൾ പറയാറുണ്ട്. എന്നാ നാട്ടിലേക്ക്? ഞാൻ നാളെ രാവിലെ പോവും. ശരി, കാണാം. ആ ശരി.
ഹലോ ഹലോ, നമിതയുടെ വീടല്ലേ? അതെ. നമിത ഉണ്ടോ അവിടെ? ഇല്ലല്ലോ, അവർ ഇന്ന് രാവിലെ പോയല്ലോ. ആരാ? ഞാൻ ഗോപികൃഷ്ണനാണ്. ആരുടെ ഫോണായിരുന്നു? ആ, ഏതോ ഒരു ഗോപികൃഷ്ണൻ. എന്തിനാ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞ? എനിക്ക് ഫോൺ വന്ന എനിക്ക് തരികയല്ലേ വേണ്ടത്? ഏതോ ഒരുത്തിന്റെ ഫോൺ നിനക്ക് തന്നില്ല എന്ന് കരുതി നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ വീട്ടിൽ ഇങ്ങനെ പറ്റൂ. എന്താ മമ്മി ഇത്? എന്താ നമിത പ്രശ്നം? കണ്ടില്ലേ, ഏയ് ലീവ് ഇറ്റ്. ഇപ്പോഴെന്താ വേണ്ട നമിതയ്ക്ക്? പറയൂ. അത് ഗോപിയുടെ കോളായിരുന്നു. അവരൊക്കെ ഇന്നാ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഒരുപക്ഷെ ഇനി അവരെ കാണാൻ കൂടി കഴിയില്ല. ഇതാണോ പ്രശ്നം? സി, നമ്മളിപ്പോ കോളേജിൽ പോകുന്നു, നമിതയുടെ ഫ്രണ്ട്സിനെ കാണുന്നു, ബൈ പറയുന്നു. ഓക്കെ. ഒടുവിൽ ഞാനും യാത്രയാവുകയാണ്. എനിക്ക് മുമ്പേ കടന്നുപോയവരുടെ വഴികളിലൂടെ ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങൾ സ്വയം ചോദിച്ച്. ഒരിക്കൽ എൻ്റെ സ്വപ്നമായിരുന്ന അമേരിക്കൻ സ്കോളർഷിപ്പ്. പക്ഷേ എൻ്റെ നാടും അതിൻ്റെ ഓർമ്മയും സുഗന്ധവും ഒക്കെ ഉപേക്ഷിച്ച് വേറൊരു രാജ്യത്ത് ജീവിച്ചു മരിക്കാൻ എനിക്ക് വയ്യ. അതിനുള്ള കരുത്തും ആർജവവും ഞാൻ ഈ കലാലയത്തിൽ നിന്ന് നേടിയിരിക്കുന്നു. ചുവന്ന മണ്ണും കശുമാവിൻ കൂട്ടങ്ങളുമുള്ള എൻ്റെ നാട്ടിലേക്ക് ഞാൻ മടങ്ങുകയാണ്. അവിടെ അമ്മ കാത്തു നിൽപ്പുണ്ടാവും. അതിനു മുമ്പ് ഗായത്രി എനിക്കൊന്ന് കാണണം. ആഴമുള്ള ബന്ധങ്ങൾ ദൂരത്തെ ഭയക്കുന്നുവെന്ന് ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. ശരിയാണല്ലേ? ഡു യു ലവ് ഹിം? I don't know. പിള്ളച്ചേട്ട ഗോപിയെ കണ്ടോ? അയ്യോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ദേ ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ. അറിഞ്ഞില്ലേ? സന്തോഷത്തിലാ. അമേരിക്ക പഠിക്കാനുള്ള സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി. മിടുക്കനാ, രക്ഷപ്പെടട്ടെ. ഇവിടെയൊക്കെ പഠിച്ച കുട്ടികൾ വലിയ വലിയ ആൾക്കാരാവുമ്പോൾ നമുക്കൊരു സന്തോഷം. ആ, ഞാൻ പോട്ടെ കുഞ്ഞെ. Let us go. വേണമെങ്കിൽ ഇനിയും ഇരിക്കാം, അല്ലെങ്കിൽ പോവാം. ഏയ്, ഇതൊക്കെ ക്യാമ്പസ് ജീവിതത്തിലെ ചില കണ്ണുകെട്ടി കളികളാണ്. ഓർത്തു നോക്കിയാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെ ഓരോ ഏടുണ്ടാവും. എന്താ, ശരിയല്ലേ? നോക്ക്, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകും. പിന്നെ തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിനിടയിൽ ഇടയ്ക്കൊരു ചാറ്റൽ മഴ പോലെ ഇതൊക്കെ വെറും ഓർമ്മകൾ മാത്രമാവും.
നെഞ്ചിലെ വീണ കമ്പി മുറുക്കി കാലം പോയല്ലോ. ഹലോ, ആരാ? ശ്രീഹരി. ന്യൂ കമ്മർ ആണോ? അതെ. ഞാൻ സക്കറിയ, മ്യൂസിക് സ്റ്റുഡൻറ്റാ. ലിഫ്റ്റ് നോക്കിയിരിക്കായിരുന്നു. എന്നാ പോകാം. ശരിയായില്ല രാഗം, ശരിയായില്ല താളം, പാട്ടിൻ വരികൾ തെറ്റിയിടുമ്പോൾ പരവശമാണൻ മാനസം.